എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ BGC 104 ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയുടെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് 3യിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലോക്ക് 3യിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ യൂണിറ്റ് 10 ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള സ്റ്റോറീനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ഡ്രാമയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ക്രിസ്റ്റഫർ മാർലോവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ക്രിസ്റ്റഫർ മാർലോവിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു 16th 17th സെഞ്ചുറിയിലൊക്കെ ഉള്ള ഏറ്റവും ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ. ഇതൊരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ്, മീൻസ് നാടകമാണ്. ആക്ട് വൈസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നേ വരെ നമ്മുടെ എൻ്റയർ ആയിട്ടുള്ള ബിയോണേഴ്സ് ഇംഗ്ലീഷിൽ നമ്മൾ ഇന്നേ വരെ പഠിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഒരു കഥയാണ്. ബാക്കി നമ്മൾ ലവിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ കോമഡി ഡ്രാമേനെ കുറിച്ച് എല്ലാം പഠിച്ചു അല്ലേ. പക്ഷെ അതിൽ നിന്ന് വേരിയേഷൻ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുള്ള കഥയാണ് ഡോക്ടർ ഫോസ്റ്റസ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് ഡോക്ടർ ഫോസ്റ്റസ്, പേര് കേട്ടപ്പോഴും മനസ്സിലായി കാണുമല്ലോ, ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ഒരു വ്യക്തിയുടെ ലൈഫാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വിചാരിക്കും ഫോസ്റ്റസ് എന്നുള്ള ആ ഒരു ഡോക്ടറിൻ്റെ ലൈഫിനെ കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നല്ലേ. പക്ഷേ അതങ്ങനെയല്ല. ഫോസ്റ്റസ് വാണ്ട് ടു ബി സൂപ്പർ ഹ്യൂമൻ ഫോർ വിച്ച് ഹി പ്രാക്ടീസ്ഡ് ബ്ലാക്ക് മാജിക് ആൻഡ് ബ്രിങ്സ് ഹിസ് ഫോൾ. ഫോസ്റ്റസ് ജേർണി ഓഫ് എ ലോ ബോൺ മാൻ ഫോസ്റ്റേഴ്സ് ഫ്രം ഹാപ്പി ഡേയ്സ് ടു ഡാമിനേഷൻ. ഇപ്പം മേ ബി നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇത് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ജീവിതമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. എന്താണ്, അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് അഹങ്കാരം വന്ന് അദ്ദേഹം ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് പോയി. ബ്ലാക്ക് മാജിക് അറിയാമല്ലോ, ഈവിലായിട്ടുള്ള കാര്യമാണ്, നെഗറ്റീവ് കാര്യമാണ്. അത് പഠിക്കാൻ പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇല്ലാതായിത്തീർന്ന ഒരു ഡോക്ടറിൻ്റെ, ഫോസ്റ്റസ് എന്നുള്ള ഒരു ഡോക്ടറിൻ്റെ കഥയാണ് നമുക്ക് ഈ യൂണിറ്റ് 10 ആയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റസിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പോസിറ്റീവ് എനർജീനെ കുറിച്ചും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജീനെ കുറിച്ചും നെഗറ്റീവ് എനർജീനെ കുറിച്ചും അല്ലെങ്കിൽ ദൈവം, പിശാച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്റ്റഫർ മാർലോവ് ഈ ഒരു സ്റ്റോറി എഴുതാൻ കാരണമെന്ന് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ യൂണിറ്റിൽ. കാരണം ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ തന്നെ പല കാരണങ്ങളാൽ പ്രശ്നങ്ങൾ വന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്റ്റിന് എന്തോരം ഇൻഫ്ലുവൻസ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ദൈവമാണ് സുപ്പീരിയർ, ദൈവമാണ് എല്ലാം എന്ന് മനുഷ്യനിലേക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റഫർ മാർലോവ് ഈ ഒരു സ്റ്റോറി എഴുതിയത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ ഒരു ഡ്രാമ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ദൈവമാണ് എല്ലാത്തിലും വലുതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലോട്ട് പോവാം. ആക്ടിവൈസ് ആണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പഠിക്കുന്നതിന് മുൻപേ ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ ഫോസ്റ്റസ് ആണ് മെയിൻ ഇതിലെ സെൻട്രൽ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഡോക്ടർ ഫോസ്റ്റസ് ആരാണ്? ഇതിലെ സെൻട്രൽ ക്യാരക്ടറാണ്, ഓൾസോ ഹീറോ ഓഫ് ദിസ് പ്ലേ. പിന്നെ വാൽഡീസും അതുപോലെ കോർണേലിയസ് എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. വാൽഡീസും കോർണേലിയസ് ഡോക്ടർ ഫോസ്റ്റസിൻ്റെ 2 ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവർ ഫ്രണ്ട്സ് അല്ല, ഓൾസോ അവർ ബ്ലാക്ക് മാജിക്ക് പഠിക്കുന്ന ഫ്രണ്ട്സ് ആണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ വാൽഡേഴ്സും കോർണേലിയസ് എന്നുള്ള 2 സുഹൃത്തുക്കൾ. പിന്നെ വാഗ്നർ ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ സർവൻ്റ് ആണ്. ഓക്കെ, ഇനിയുള്ളത് മെഫീസ്റ്റോഫിലിസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൂസിഫർ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് ഹെല്ലാണ്. ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയത്തില്ല, ആ ഒരു നരകത്തിൻ്റെ മാസ്റ്ററാണ്, അവിടുത്തെ കിങ് ആണ് ലൂസിഫർ. ആ ഒരു ലൂസിഫറിന്റെ മെസ്സഞ്ചർ ആണ് മെഫീസ്റ്റോഫിലിസ്. അല്ലെങ്കിൽ മെഫീസ്റ്റോഫിലിസ് എന്ന് പറയുമ്പോൾ ഒരു ആത്മാവാണ്. ഓക്കെ, ഇവിൽ സ്പിരിറ്റ് ആണ് എന്താണേലും. പിന്നെ നമുക്കുള്ളത് ഗുഡ് ആൻഡ് ബാഡ് ഏഞ്ചലിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എഴുതാത്ത കുറച്ച് കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ അവിടെ ആയിട്ട് ഓരോ കിങ്സിനെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഡീപ്പായിട്ട് ഒരു ക്യാരക്ടർ അതിൽ പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇത്രയും ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തേക്കുക കേട്ടോ.
എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാവും. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ സ്റ്റോറിയിലേക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ എന്താണ്, ഇപ്പോൾ സ്റ്റോറി ഈ ഒരു ഡ്രാമയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നാടകമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാടകത്തിൽ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് വളരെ പ്രൗഡായിട്ടിരിക്കുന്ന ഒരു ഫോസ്റ്റസ് എന്നുള്ള ക്യാരക്ടറിനെ കണ്ടുകൊണ്ടാണ് ആ ഒരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്റ്റസ് ഡോക്ടറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, he has already achieved a benchmark in his disputing skills, so she should look for something else. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ലൊരു ഡോക്ടറായി അദ്ദേഹം അവിടെയുള്ള ഒരുപാട് രോഗികളെ ചികിത്സിച്ചു. നാട്ടിലെല്ലാം അദ്ദേഹത്തിന് നല്ലൊരു പേര് കിട്ടി. എന്താണ്, ആ നാട്ടിലെല്ലാവരും ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയങ്കരപ്പെട്ട ഒരു മനുഷ്യനാണെന്നുള്ള നല്ല നല്ല പേര് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ചെറിയ പ്രായമാണ്, ഡോക്ടറായിട്ട് കയറിയ സമയമാണ്, എങ്കിലും നല്ല രീതിയിൽ ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പേര് ലഭിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് സ്വയം പ്രൗഡ് ചെയ്യുകയാണ്. ഞാൻ ചെറിയ ആളൊന്നുമല്ല, ഞാനിപ്പോൾ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, എല്ലാ ആൾക്കാർക്കും എന്നെ അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പ്രൗഡ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, he has already achieved a benchmark in his disputing skill, so he should look for something else. അദ്ദേഹം കരുതുകയാണ്, എനിക്ക് ഡോക്ടറായി, ഞാൻ ആഗ്രഹിച്ച പോലെ, എൻ്റെ ഡ്രീം പോലെ ഞാനൊരു ഡോക്ടറായി, അതിൽ നല്ലൊരു പേരും പ്രശസ്തിയുമുള്ള ഒരു ഡോക്ടറായി മാറുകയും ഞാൻ ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു പ്രൊഫഷൻ അധികം താല്പര്യമല്ല. കാരണം നമുക്ക് ഒരു സംഭവം കിട്ടുന്നത് വരെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു സംഭവം നമ്മുടെ കയ്യിൽ, നമുക്ക് ആഗ്രഹിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, കിട്ടിക്കഴിഞ്ഞിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതുപോലെയാണ് ഡോക്ടർ ഫോസ്റ്റസിന് ഡോക്ടറാവാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഡോക്ടറായി നല്ല പേരും പ്രശസ്തിയുള്ള ഒരു ഡോക്ടറായി മാറി. പക്ഷെ ഇപ്പോൾ ഫോസ്റ്റസ് ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ ഡ്രീം എല്ലാം എനിക്ക് കിട്ടി, ഇനി എനിക്ക് സംതിങ് എൽസ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ എനിക്കിതുപോലെ നല്ല പേരും പ്രശസ്തിയും എടുക്കണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പൊ ആദ്യം അദ്ദേഹം കരുതി എന്താണ്, he finds the medicine that has a tremendous potential to achieve miraculous cures which make it one of the most fulfilling occupation. അദ്ദേഹം കരുതുകയാണ്, എന്ത് കാര്യത്തിലാണ് എനിക്ക് ഇനിയും കൂടുതൽ എൻ്റെ പേരും പ്രശസ്തിയും, എന്നെ ഈ ഒരു ലോകം ഫുൾ അറിയണം, എന്നെ ഈ ലോകം ഫുൾ എല്ലാവരും അറിയണം, എന്നെ ഓർത്ത് എല്ലാവരും എന്നെക്കുറിച്ച് പറയണം നല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അദ്ദേഹം കരുതുകയാണ്, അധികം മരുന്നില്ലാത്ത അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾക്ക് ഓരോ മരുന്ന് കണ്ടുപിടിച്ച് ലോകത്തിൽ നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കിയാലോ. അപ്പോൾ അദ്ദേഹം കരുതുകയാണ്, that he has already achieved the highest level in medicine and has cured whole cities of incurable disease like a plague. അപ്പോൾ അദ്ദേഹം കരുതി നല്ല മരുന്നൊക്കെ ഉണ്ടാക്കി ആളുകളുടെ ഇടയിൽ കുറച്ചുകൂടെ പേരുണ്ടാക്കാന്ന്. പക്ഷെ അദ്ദേഹം കരുതുകയാണ്, അതിൻ്റെ ആവശ്യം ഇനി എനിക്കില്ല. കാരണം ഈ ഒരു സിറ്റിയിൽ മരുന്ന് ഇല്ലാത്ത അസുഖമായ, അതായത് പ്ലാഗ് ഡിസീസ് അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര പകർച്ച വ്യാധിയാണ് കൊറോണ പോലെ. അപ്പോൾ അതിന് ഇന്നേ വരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അസുഖത്തിന് പോലും മരുന്ന് കണ്ടുപിടിച്ച് ആ ഒരു സിറ്റിയിലെ എല്ലാ ആൾക്കാരെയും രോഗവിമുക്തരാക്കിയ ഒരു മനുഷ്യനാണ് ഡോക്ടർ ഫോസ്റ്റസ്. അപ്പോൾ ഡോക്ടർ തന്നെ കരുതുകയാണ്, അപ്പോൾ മെഡിസിൻ ഫീൽഡിൽ എനിക്ക് ഇനിയും ക്ലിക്ക് ആവാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി മെഡിസിൻ ഫീൽഡിൽ പേരെടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ രീതി പോട്ടെ. അദ്ദേഹം പിന്നെ കരുതുകയാണ്, but he does not feel contented. Then he focuses on law, but rejects law as stupidity. അദ്ദേഹം പിന്നെ കരുതുകയാണ്, ലോ പഠിക്കാൻ പോയാലോ, അഭിഭാഷകനാവാനായിട്ട്, അഡ്വക്കേറ്റ് ഒക്കെ ആവാനായിട്ട് പോയാലോ. പിന്നെ അദ്ദേഹം കരുതുകയാണ്, അഡ്വക്കേറ്റ് ഒക്കെ ആയാലും എൻ്റെ മനസ്സിലുള്ള അത്ര ലോക പ്രശസ്തി, അദ്ദേഹത്തിന് ലോകം ഫുൾ അദ്ദേഹത്തിന് അറിയണം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ലോക പ്രശസ്തനാകാനായിട്ട് പറ്റില്ല, അങ്ങനെ അതും വിട്ടു. പിന്നെ അദ്ദേഹം കരുതുകയാണ്, ഓൺ ഡിവിനിറ്റി, ദ സ്റ്റഡി ഓഫ് റിലീജിയൻ ആൻഡ് തിയോളജി, ഹി തിങ്സ് ഡിക്റ്റംസ് ആർ സെൽഫ് കോൺട്രാഡിക്ടറി ആൻഡ് ടോട്ടലി ഇറേഷണൽ. അദ്ദേഹം കരുതുകയാണ്, പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മതപ്രഭാഷകനൊക്കെ ആയി അങ്ങനെയുള്ള ഒരു ടാലന്റഡ് പേഴ്സൺ ആയാലോ, അങ്ങനെ ലോകം അറിഞ്ഞാലോ. പിന്നെ അദ്ദേഹം കരുതുകയാണ്, എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, അതത്ര ശരിയാവത്തില്ല, ഞാനത് പഠിച്ചെന്ന് കരുതിയിട്ട് ലോകം ഫുൾ എന്നെ അംഗീകരിച്ചെന്ന് വരില്ല.
അങ്ങനെ അദ്ദേഹം കരുതാണ്, എന്ത് കാര്യം ഞാൻ പഠിച്ചാലായിരിക്കും എനിക്ക് ഇനി എന്നെ ലോകം ഫുൾ അറിയാനായിട്ട് പറ്റിയ, ലോകം ഫുൾ എന്നെ എങ്ങനെയായിരിക്കും അംഗീകരിക്കുക. അപ്പനാണ് അറ്റ് ലാസ്റ്റ് ഹി ടേൺസ് ടു മാജിക് ആൻഡ് ഗെറ്റ്സ് അലോഡ് ടു അച്ചീവ് വാട്ട് ഹി എയിംസ് ടു ഗെറ്റ്. ഫൈനലി അദ്ദേഹം നല്ല കാര്യങ്ങളെല്ലാം ഓർത്തു. എങ്ങനെയാണ് നല്ല മെഡിസിൻ ഉണ്ടാക്കാമെന്ന് ഓർത്തു, അല്ലേ, ലോ പഠിക്കാമെന്ന് ഓർത്തു, അങ്ങനെ ഒരുപാട് കാര്യം ഓർത്തു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. ലാസ്റ്റ് അദ്ദേഹം ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് ചെല്ലുകയാണ്. എന്തിലോട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ചെന്നത്? ബ്ലാക്ക് എന്താണ് ന്യൂക്രോമെസി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്താന്ന് നമുക്കറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ബ്ലാക്ക് മാജിക് ഒക്കെ ആദരിക്കുന്ന ആൾക്കാരുണ്ട്. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യം. അപ്പൊ ബ്ലാക്ക് മാജിക്കിലുള്ള ആൾക്കാർ ചെയ്യുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ഒരു നോവലിലൊക്കെ ആയിട്ട് വായിച്ചിട്ടുള്ളതാണ്. അവർ ഈ ബൈബിൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഈ ബൈബിളിലൊന്നും നമ്മൾ ഒരിക്കലും ചവിട്ടാനായിട്ട് പോവില്ല, അല്ലേ. നമ്മൾ ആ ഒരു മതത്തിനെ ആരാധിച്ചില്ല എങ്കിലും നമ്മൾ അതിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാനായിട്ട് പോവില്ല. പക്ഷെ ഈ ബ്ലാക്ക് മാജിക്കിൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദൈവത്തിനെതിരാണ്. അവർ ഈ ബൈബിൾ നടന്നു പോകുന്ന വഴി കംപ്ലീറ്റ് ബൈബിൾ വെച്ചിട്ട് ബൈബിളിലൂടെ ബ്ലഡ് ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ആരാധനാലയത്തിൽ പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരു പള്ളിയിലോ അമ്പലത്തിലോ പോയാലും നമ്മൾ ദൈവമേ എന്ന് വിളിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ബ്ലാക്ക് മാജിക്കുകാർ ചെയ്യുന്നത് അവർ ചെകുത്താനെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ സാധിക്കാനായിട്ട് നമ്മൾ ദൈവത്തിനോടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ബ്ലാക്ക് മാജിക്കിലുള്ള ആൾക്കാർ ചെകുത്താനെ വിളിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ചെകുത്താനെ എനിക്ക് ഇക്കാര്യം സാധിച്ചു തരണമെന്ന് പറഞ്ഞായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനൊന്നും ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ദൈവത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്, ചെകുത്താന്റെ കൂടെ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ബ്ലാക്ക് മാജിക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ ഡോക്ടർ ഫോസ്റ്റസ് തിങ്ക് ചെയ്യാണ്, ഞാൻ പറഞ്ഞ ഈ ഒരു ഡോക്ടറായിട്ടൊന്നും ഇരുന്നാൽ എനിക്ക് ഒരുപാട് പവറൊന്നും കിട്ടില്ല, എനിക്ക് എല്ലാവരെക്കാളും സുപ്പീരിയർ ആവണം, ബാക്കിയുള്ള മനുഷ്യരിലൊന്നുമില്ലാത്ത പവർ എനിക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ ഫോസ്റ്റസ് കരുതാണ്, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിന്നാലും ദൈവം ഇപ്പോഴും നമുക്ക് നല്ലത് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്തു വരത്തുള്ളൂ, പക്ഷെ എനിക്ക് സുപ്പീരിയർ ആവണം, എല്ലാവരെക്കാളും മുകളിലാവണമെങ്കിൽ ഞാൻ ബ്ലാക്ക് മാജിക്ക് പഠിച്ചാൽ, ആ ഒരു മാജിക്ക് പഠിച്ചാൽ എനിക്ക് എല്ലാവരെക്കാളും ടാലന്റ് കിട്ടും, എല്ലാവരെക്കാളും ഞാൻ സുപ്പീരിയർ ആവുമെന്ന് ലാസ്റ്റ് ആ ഒരു ഡിസിഷനിലോട്ട് ഡോക്ടർ ഫോസ്റ്റസ് എത്തുകയാണ്. അങ്ങനെയാണ് ഡോക്ടർ ഫോസ്റ്റസ് അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളായിട്ടുള്ള വാൽഡേസും കോൺലേനീസ് ഇങ്ങനെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഓൾറെഡി ബ്ലാക്ക് മാജിക് പഠിച്ച് അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ ഇവരെ നമ്മുടെ Foster's servant Wagner Sanders Foster asked him to bring his friends Valdez and Cornelius to help him in learning black magic. അങ്ങനെ ഈ ഒരു ക്യാമ്പിലേക്ക്, ഫോസ്റ്റേഴ്സിന്റെ ക്യാമ്പിലേക്ക് അവിടുത്തെ സർവൻ്റ് ആയിട്ടുള്ള വാഗനറിനെ വിളിച്ചു വരുത്തി. സർവൻ്റിന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, നീ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരാണ് വാൽദേസിനെയും കോൺലേനിയസിനെയും ഒന്ന് വിളിക്കൂ, എനിക്ക് അർജന്റായിട്ട് അവരുമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയും. അങ്ങനെ അവർ വന്നില്ല, അവരെ വിളിക്കാനായിട്ട് പറയും. ഈ സമയത്ത് വാൽദേസ് ഉണ്ടല്ലോ സർവന്റ്, വാൽദേസും ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ടീമിൽ അകപ്പെട്ട ഒരാളാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഫോസ്റ്റസിനെ അവിടെ പറഞ്ഞു തിരുത്താനായിട്ട് ആ ഒരു സമയത്ത് ആരുമില്ല, ആരുമില്ല. അങ്ങനെ സർവന്റ് ഇവരെ 2 സുഹൃത്തുക്കളെ വിളിക്കാനായിട്ട് പോകും. അപ്പൊ സഡൻലി ആഫ്റ്റർ ദാറ്റ് ദ ഗോഡ് ഏഞ്ചൽ ആൻഡ് ഈവിൾ ഏഞ്ചൽ വിസിറ്റ് ഫോസ്റ്റേഴ്സ്. ആ സമയത്ത് അവിടെ ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും, ഗുഡ് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഗോഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഈവിൾ ഏഞ്ചൽ. അപ്പോൾ ഈ ഒരു ഞാൻ പറയാം, നമുക്ക് മലയാളത്തിലൊരു സിനിമയുണ്ട്, ലൈഫ് ഓഫ് ജോസൂട്ടി, ദിലീപിന്റെ ഒരു ഫിലിമാണ്. അതില് ദിലീപ് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും വരുന്നുണ്ട്. അപ്പൊ ഈ ഗുഡ് ഏഞ്ചലിന്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചാൽ, അവര് ഈ ഒരു ദിലീപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ടൈമില് ഗുഡ് ഏഞ്ചല് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ആക്ടറിനെ, ഈ ഒരു ക്യാരക്ടറിനെ പ്രേരിപ്പിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബാഡ് ഏഞ്ചൽ എന്ത് ചെയ്യും, മോശം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. അതുപോലെയാണ് ഈ ഒരു സീനിലും ഫോസ്റ്റേഴ്സിന്റെ ആ ഒരു റൂമിൽ ഒരു ഗുഡ് ഏഞ്ചലും വരും,
അതുപോലെ തന്നെ മീൻസ് ഗോഡ് ഏഞ്ചലും വരും, ഈവിൽ ഏഞ്ചലും വരും. അപ്പോൾ ഗോഡ് ഏഞ്ചൽ വന്നിട്ട് എന്ത് പറയും? മോനെ, നീ ബ്ലാക്ക് മാജിക് അങ്ങനെ ദൈവത്തിനെതിരായിട്ടുള്ള ഒരു കാര്യത്തിൽ പോവരുത്. നിനക്ക് നീ ഇപ്പോഴേ അറിയപ്പെട്ട പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. നീ ദൈവത്തിന്റെ പാത സ്വീകരിച്ചാൽ ഉറപ്പായിട്ടും നീ ഇനിയും നല്ല പൊസിഷനിൽ എത്തത്തേ ഉള്ളൂ. നീ ഒരു തിന്മയായിട്ടുള്ള കൂട്ടുകെട്ടലിലും കൂടരുതെന്ന് പറയും. ആ സമയത്ത് ആഫ്റ്റർ ദ ഫോഴ്സസ് തിങ്ക് ഓഫ് ദ ഈവിൽ ഏഞ്ചൽ എന്താണ് പറയുന്നത്? ഇൻസ്പൈസ് ഹിം ടു സ്റ്റഡി മാജിക്. അപ്പോൾ ഈ ഒരു ഗോഡ് ഏഞ്ചൽ പറയും, മോനെ നീ അങ്ങനെയൊന്നും പോവരുത്, നീ തിന്മയാണ് ചെയ്യാൻ പോകുന്നത്, നീ അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം, നീ ദൈവത്തിനെ മാത്രം ആരാധിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ പറയും. പക്ഷെ ആ ടൈം എന്ത് ചെയ്യും? ഈവിൽ ഏഞ്ചൽ പറയും ഈ ഒരു ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് ഇൻസ്പയർ ചെയ്യും. ആൾസോ ഒരു ഈവിൽ ഏഞ്ചൽ പറയും, നീ ബ്ലാക്ക് മാജിക് പഠിച്ചാൽ നീ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാവും, അത് മാത്രമല്ല നീ സുപ്പീരിയർ ആവും, മറ്റ് ഹ്യൂമൻസിന് ഇല്ലാത്ത കഴിവുകൾ നിനക്ക് കിട്ടും, എന്താഗ്രഹം ഉണ്ടെങ്കിലും നിനക്ക് സാധിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഫോസ്റ്റസിനെ ഈ ഒരു ഈവിൽ ഏഞ്ചൽ ബ്രെയിൻ വാഷ് ചെയ്യും. ആ സമയത്ത് ഈ 2 ഏഞ്ചൽസും പോവും. ഫൈനലി ഫോസ്റ്റസ് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും ആരുടെ കൂടെ നിൽക്കാന്ന്. ആ ടൈമിൽ നമ്മുടെ ഫോസ്റ്റസ് കരുതും, ഓ ഗുഡ് ഏഞ്ചൽ പറഞ്ഞത് ദൈവത്തിന്റെ കൂടെ നിന്നാൽ എനിക്ക് പേരും പ്രശസ്തിയും ഇനി പതിയെ വരൂ എന്ന് പറഞ്ഞാൽ അത് ആണെങ്കിലും നടക്കുമല്ലോ, ഞാനിപ്പോൾ ഓൾറെഡി പേരും പ്രശസ്തിയും കിട്ടിയ ഒരു ഡോക്ടറാണ്. പക്ഷെ ഈവിൽ ഏഞ്ചൽ പറഞ്ഞ് ഞാൻ സുപ്പീരിയർ ആവുമെന്ന്, ബാക്കി ആർക്കും ഇല്ലാത്ത കഴിവുകൾ കിട്ടും എന്നല്ല ഈവിൽ ഏഞ്ചൽ പറഞ്ഞത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഡോക്ടർ ഫോസ്റ്റസ് ഈവിൽ ഏഞ്ചലിന്റെ കൂടെ നിൽക്കും. അതായത് ഹി ഡിസൈഡഡ് ടു സ്റ്റഡി ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് അദ്ദേഹം ഡിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ബൈ ദിസ് ടൈം വാൾഡേഴ്സ് ആൻഡ് കോർണേലിയസ് എൻ്റർ ആൻഡ് അപ്രൂവ് ഓഫ് ഫോസ്റ്റേഴ്സ് ഡിസിഷൻ. ആ സമയത്ത് വാൾഡേഴ്സും കോർണേലിയസും ആ റൂമിൽ വരും. അപ്പോൾ അവരുടെ അടുത്ത് ഫോസ്റ്റേഴ്സ് പറയും, എനിക്ക് ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ വേറൊരു സുഹൃത്തിനെ നല്ല രീതിയിൽ വഴി കാട്ടാനായിട്ട് ശ്രദ്ധിക്കത്തുള്ളൂ. ഇപ്പൊ പറയാറുണ്ട്, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയും. അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ കൂടെയുള്ള ഒരാൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ എപ്പോഴും നല്ല വഴിയിലൂടെ നടക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? വാൾഡേഴ്സും കോർണേലിയസും ഓൾറെഡി ബ്ലാക്ക് മാജിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ തൊളിഞ്ഞു, അതുകൊണ്ട് അവനും തൊലയട്ടെ എന്ന് കരുതിയിട്ട് ഫോസ്റ്റേഴ്സിന്റെ ഡിസിഷൻ അപ്രൂവ് ചെയ്യും. അവർ പറയും, നീ ബ്ലാക്ക് മാജിക് ഞങ്ങളെ പോലെ പഠിക്കും, നിനക്ക് സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടും, നിനക്ക് ഒരുപാട് ടാലന്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അപ്രൂവ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്താണ് സീൻ വരുന്നത്? ആ സമയത്ത് ഈ നമ്മുടെ ഫോസ്റ്റേഴ്സ് ഓൾറെഡി കുറെ കുട്ടികളെ പഠിപ്പിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്കോളേഴ്സ്, അതായത് ഓൾസോ ടീച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് 2 സ്കോളേഴ്സ് ഈ മീറ്റിങ്ങിന്റെ, അതായത് ഫ്രണ്ട്സുമായിട്ടുള്ള ആ മീറ്റിങ്ങിന്റെ ഇടയിൽ 2 സ്കോളേഴ്സ് കുട്ടികൾ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ സർവന്റ് ഉണ്ടല്ലോ വാഗ്നർ എന്ത് ചെയ്യും? വാഗ്നർ ഈ കുട്ടികളെ അകത്തോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഈ കുട്ടികൾ ചോദിക്കും, അതെന്താണ്? സാറിനെ കാണണം, ഫോസ്റ്റേഴ്സിനെ നമുക്ക് കാണണം, സാറിനെ കാണണമെന്ന് പറയും. അപ്പോൾ എന്താണ് കാര്യം, സാർ ബിസി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു സർവന്റ് പറയുന്ന ആൻസർ അങ്ങോട്ട് പ്രോപ്പർ അല്ലായിരിക്കും, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് സർവന്റ് പറയുന്നത്. അങ്ങനെ കുറെ ഈ ഒരു സ്കോളേഴ്സ് ഈ സർവന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സർവന്റ് പറയും, ഫോസ്റ്റേഴ്സിനെ ഇപ്പൊ കാണാനായിട്ട് പറ്റില്ല, കാരണം അദ്ദേഹത്തിന്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള കോർണേലിയസും വാൾഡേഴ്സും അവരുമായിട്ട് മീറ്റിങ്ങിലാണെന്ന് പറയും. ഈ സമയത്ത് ഇത് കേൾക്കുന്നത് ഒരു ഷോക്കോടെ കൂടിയാണ് ഈ 2 സ്കോളേഴ്സും ഇത് കേൾക്കുന്നത്. കാരണം അവർക്കറിയാം ഈ 2 സുഹൃത്തുക്കളും ആരാണ്? കോർണേലിയസും അതുപോലെ വാൾഡേഴ്സും അവിടുത്തെ അറിയപ്പെടുന്ന ബ്ലാക്ക് മജീഷ്യൻസ് ആണെന്ന് അവിടുത്തെ ആ സ്കോളേഴ്സ് കുട്ടിയൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് മനസ്സിലായി. പിന്നെയാണ് അവർ മനസ്സിലാകുന്നത് ഫോസ്റ്റേഴ്സും ഇവരുടെ കൂടെ ചേർന്ന് ബ്ലാക്ക് മാജിക് പഠിക്കാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം സ്കോളേഴ്സ് കുട്ടികൾ മനസ്സിലാക്കും. അങ്ങനെ അവരുടെ കൂടെയുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറയും, ഇതുപോലെ സാറ് ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോയിരിക്കുകയാണ്, മറ്റു ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കൂടിയിരിക്കുകയാണെന്നൊക്കെ പറയും. അങ്ങനെ ഇവര് ബ്ലാക്ക് മാജിക് പഠിക്കാനായിട്ട് തീരുമാനിച്ച് ഫോസ്റ്റേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ രണ്ട് ഫ്രണ്ട്സും കൊടുക്കും. നീ ഇങ്ങനെ ചെയ്തു വേണം ബ്ലാക്ക് മാജിക് ആ ഒരു സെറ്റിലോട്ട് എൻ്റർ ചെയ്യാനെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മളുടെ ഫോഴ്സസ് ഈസ് invoking the evil powers by mumbling in Latin. A figure appears before him and says that his name is Mephistopheles. അങ്ങനെ ബ്ലാക്ക് മാജിക് അങ്ങനെ തുടങ്ങി. ബ്ലാക്ക് മാജിക്കിലോട്ട് ഫോസ്റ്റേഴ്സ് എൻ്റർ ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഇവിലിനെ വിളിച്ചു വരുത്തണം. ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഇവിലിനെ വിളിച്ചു വരുത്തി വേണമല്ലോ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട്. അങ്ങനെ ഇതിനു വേണ്ട ഓരോ കോട്ടുകളൊക്കെ പറഞ്ഞ് ഇവിലിനെ വിളിച്ചു വരുത്തുന്ന സമയത്ത് മെഫീസ്റ്റോഫിലിസ് എന്നുള്ള ഒരു ഇവില് അവിടെ പ്രത്യക്ഷമാവും. ഈ ഫോസ്റ്റേഴ്സിന്റെ ഫ്രണ്ടില് പ്രത്യക്ഷമാവുമ്പോൾ ഫോസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന ഒരു രൂപമാണ്. ഒരുപാട് അഗ്ലി ആയിട്ടുള്ള കറക്റ്റ് ഒരു ഇവില് നമുക്ക് കണ്ടാല് പേടിച്ചു പോകുന്ന ഒരു ലുക്കാണ് മെഫീസ്റ്റോഫിലിസിന്. അപ്പോൾ മെഫീസ്റ്റോഫിലിസ് വന്നിട്ട് പറയും ഞാനൊരു ഇവിലാണ്, മീൻസ് ഞാനൊരു ചെകുത്താനാണ്, പ്രേതമാണെന്ന് പറയാം. ഓക്കെ, പ്രേതമാണ്, എൻ്റെ പേര് മെഫീസ്റ്റോഫിലിസ് ആണെന്ന് ഈ ഒരു ഇവില് പറയും. പിന്നെന്താണ് പറയുന്നത്? അപ്പോൾ മെഫീസ്റ്റോഫിലിസ് പറയും നീ എന്നെ ഈ ഒരു ഇതിലൂടെ വിളിച്ചോണ്ടല്ല ഞാൻ വന്നത്, നീ എന്നെ ഇങ്ങനെ ആ ഒരു കോട്ടൊക്കെ പറയുമല്ലോ, ഇപ്പോൾ ഓജാ ബോർഡിലൊക്കെ ഓരോ ഇത് പറഞ്ഞാണ് സ്പിരിറ്റിനെ വരുത്തുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ കോട്ട് ക്യാപ്ഷനൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടല്ല ഞാൻ ഇവിടെ വന്നതെന്ന് മെഫീസ്റ്റോഫിലിസ് ഈ വില് പറയും. എന്നിട്ട് പറയും ഞാൻ ഈ വിളിച്ചുകൊണ്ടല്ല വന്നത്, എന്നെ ലൂസിഫർ വിട്ടതാണെന്ന് പറയും. എന്നെ കാണാനായിട്ട് ലൂസിഫർ എന്നെ വിട്ടതാണെന്ന് പറയും. ലൂസിഫർ ആരാണ്? ലൂസിഫർ എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് ഹെല്ലാണ്. അപ്പോൾ ഹെവണും ഉണ്ട്, ഹെല്ലും ഉണ്ട്. ഹെവൻ എന്ന് പറയുമ്പോൾ സ്വർഗം, ഹെല്ലെന്ന് പറയുമ്പോൾ നരകം, അല്ലെങ്കിൽ ചെകുത്താന്റെ കോട്ട. അപ്പൊ ചെകുത്താന്റെ കോട്ടയിലെ ചെകുത്താനായിട്ടുള്ള സെൻട്രൽ മാസ്റ്റർ ഓഫ് ഹെല്ലായിട്ടുള്ള ലൂസിഫർ ആണ് നിന്നെ കാണാനായിട്ട് വിട്ടതെന്ന് പറയും. ആ സമയത്ത് നമ്മളുടെ ഫോസ്റ്റസ് ഈ മെഫീസ്റ്റോഫിലിസിന്റെ അടുത്ത് ചോദിക്കും ഓരോ കാര്യങ്ങൾ, ലൂസിഫറിനെ കുറിച്ചും ഹെല്ലിനെ കുറിച്ചൊക്കെ ചോദിക്കും. ആ സമയത്ത് മെഫീസ്റ്റോഫിലിസ് ആ വന്ന ഇവര് പറയും, ആ ഒരു മെസ്സഞ്ചർ ലൂസിഫറിന്റെ മെസ്സഞ്ചർ ആണല്ലോ ആ ഒരു ഇവില്. ആ മെഫീസ്റ്റോഫിലിസ് പറയും ലൂസിഫർ ഹാഡ് ബീൻ ബാനിഷ്ഡ് എറ്റേർലി ഫ്രം ഹെവൻ ബിക്കോസ് ഹി റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഗോഡ്. ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണം അത് ഈ ലൂസിഫർ ദൈവത്തിനെതിരായിട്ട് ഉൾപ്രവർത്തികളും ചെയ്യുന്നുണ്ട്. അവനെ ലൂസിഫറിനെ ആ ദൈവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ദൈവമാണ്, ലിബിലിന്റെ ദൈവമാണ്, മാസ്റ്റർ ആണല്ലോ. അപ്പൊ മാസ്റ്റർ ഓഫ് ഹെല്ലായിട്ടുള്ള ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കാരണം ദൈവത്തിനെതിരായിട്ടുള്ള പ്രവർത്തികളാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറഞ്ഞു ഈ മെഫീസ്റ്റോഫിലിസ് പറഞ്ഞു. എന്നിട്ട് മെഫീസ്റ്റോഫിലിസ് പറയുന്നുണ്ട് ഹെല്ലെന്ന് പറഞ്ഞാൽ നരകം അല്ലെങ്കിൽ ചെകുത്താൻ കോട്ട എന്ന് പറയുമ്പോൾ ഗോഡില്ലാത്ത, ദൈവത്തിന്റെ പ്രസൻസോ ദൈവമോ ഇല്ലാത്ത സ്ഥലമാണ് ഈ ഒരു ചെകുത്താൻ കോട്ട അല്ലെങ്കിൽ ഹെല്ലെന്ന് ഈ ഒരു മെഫീസ്റ്റോഫിലിസ് പറയും. അതിനുശേഷം മെഫീസ്റ്റോഫിലിസ് ഗെറ്റ്സ് നൊസ്റ്റാൾജിക് തിങ്കിങ് ഓഫ് ദി പ്രൈസ്ലെസ് ടോയ്സ് ഓഫ് ഹെവൻ. അതിനുശേഷം ഇങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ പറയും, ഹെല്ലിലെയും കാര്യങ്ങൾ. ആ സമയം ഈ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഈ ഓൾറെഡി നമ്മളിപ്പോൾ മരിച്ചു കഴിഞ്ഞ ടൈമില് ലൂസിഫർ ആണെങ്കിലും അതുപോലെ ഇവിലെന്ന് പറയുമ്പോൾ മെഫീസ്റ്റോഫിലിസ് ആണെങ്കിലും സ്വർഗത്തിലായിരുന്നു. അത് കഴിഞ്ഞ് അവര് ദൈവത്തിനെതിരായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് അവരെ പുറത്താക്കിയതാണ്. ഈ സമയം ഇത് പറയുന്ന ടൈമില് മെഫീസ്റ്റോഫിലിസ് താൻ പണ്ട് ഹെവനിൽ ജീവിച്ചിരുന്ന ടൈമില് പ്രൈസ്ലെസ് ആയിട്ടുള്ള, വിലമതിക്കാൻ പറ്റാത്ത തൻ്റെ സുന്ദരമായിട്ടുള്ള ഓർമ്മകളെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ സ്വർഗം എന്ന് പറയുമ്പോൾ വേറെ നല്ല കാര്യങ്ങളായിരിക്കുമല്ലോ അവിടെ നടക്കുന്നത്, കാരണം ഗോഡുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ മെഫീസ്റ്റോഫിലിസ് പറയാണ് ഹെവനിലാണെങ്കിൽ ദൈവം ഉണ്ടായിരുന്നു, നല്ല സന്തോഷമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു, പക്ഷെ ഹെല്ലില് ലൂസിഫർ ആണ് അവിടുത്തെ മാസ്റ്റർ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിനുശേഷം എന്താണ് സംഭവിക്കുക? അതിനുശേഷം ഇവര് നമ്മൾ പിന്നെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചു വരുമ്പോഴത്തേക്കും നമ്മളുടെ
ഈ ഒരു മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് ഫോസ്റ്റസ് പറയും, ഞാൻ ഈ ബ്ലാക്ക് മാജിക്കിൽ ചേർന്ന കാരണം എന്താണ്, ബ്ലാക്ക് മാജിക്കിൽ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഹൈലി ടാലന്റഡ് ആവും, അല്ലെങ്കിൽ ഞാൻ സുപ്പീരിയർ ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ എനിക്ക് സാധിച്ചു തരണമെന്ന് മെഫിസ്റ്റോഫിലിസ് ഇവിലിന്റെ അടുത്ത് ഫോസ്റ്റസ് പറയും, ഡോക്ടർ പറയും. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് എന്താ പറയുക, മെഫിസ്റ്റോഫിലിസ് പറയും, ഞാൻ ഓൾറെഡി എൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള ലൂസിഫറിന്റെ അണ്ടറിൽ എൻ്റെ സോള് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ലൂസിഫറിന്റെ സർവൻ്റ് ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിന്റെ ആത്മാവ് ലൂസിഫറിന്റെ മുന്നിൽ പണയം വെച്ചാൽ ഉറപ്പായിട്ടും അടുത്ത 24 വർഷം ഞാൻ നിന്റെ സർവൻ്റ് ആവുമെന്ന് മെഫിസ്റ്റോഫിലിസ് പറയും. ഓക്കെ, ഫോസ്റ്റസ് വിൽ എക്സ്ചേഞ്ച് ഹിസ് സോൾ ഫോർ 24 years ഓഫ് അൺലിമിറ്റഡ് പവേഴ്സ്. അപ്പം മെഫിസ്റ്റോഫിലിസ് പറയാണ്, ഞാൻ നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം, പക്ഷെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, നീ 24 വർഷത്തേക്ക് നിന്റെ സോള് ഈ ഒരു ലൂസിഫറിന്റെ മുന്നിൽ കൊടുക്കണം. നിന്റെ ഒരു ആത്മാവ് കൊടുക്കുവാണെങ്കിൽ നീ പറയുന്ന അൺലിമിറ്റഡ് ആയിട്ടുള്ള എന്ത് പവേഴ്സ് വേണേലും ആ ഒരു ചെകുത്താനായിട്ടുള്ള ലൂസിഫർ നിനക്ക് തരും. അതിലൂടെ ഞാൻ നിന്റെ സർവൻ്റ് ആവുമെന്ന് ഈ മെഫിസ്റ്റോഫിലിസ് ലൂസിഫർ അല്ല, ഡോക്ടർ ഫോസ്റ്റസിന്റെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് ഫോസ്റ്റസിന്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെഫിസ്റ്റോഫിലിസ് തിരിച്ചു പോയി കഴിയുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, പിന്നെ ഫോസ്റ്റസ് ഈസ് സീൻ ഹിസ് സ്റ്റഡി അലോൺ ആൻഡ് ഗുഡ് ഏഞ്ചൽ ആൻഡ് evil angel appear. The good angel argues Faustus to see the power of the divine, and the evil angel inspires Faustus to see the power that comes with wealth and material riches. അത് കഴിഞ്ഞിട്ട് ഈ മെഫിസ്റ്റോഫിലിസ് ഫോസ്റ്റസ് പറയും, ഓക്കെ എനിക്ക് സമ്മതമാണ്, 24 വർഷത്തേക്ക് ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ സോള് നിന്റെ ലൂസിഫറിന് കൊടുക്കാം, പക്ഷെ ഞാൻ പറയുന്ന എന്ത് കാര്യങ്ങളും ഈ ഒരു 24 വർഷത്തേക്ക് നീ സാധിച്ചു തരണമെന്ന് പറയും. അപ്പോൾ ഓക്കെ പറഞ്ഞ് ലൂസിഫറിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് പറഞ്ഞ് മെഫിസ്റ്റോഫിലിസ് ഈ ഒരു ലൂസിഫറിന്റെ അടുത്ത് പോകും, എവിടെ, ഹെല്ലിലോട്ട് പോകും. ഈ സമയത്ത് ഫോസ്റ്റസ് റൂമിൽ ഇരിക്കുന്ന ടൈമിൽ അഗെയിൻ ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും അവിടെ അപ്പിയർ ആയി കഴിഞ്ഞിട്ട് ഗുഡ് ഏഞ്ചൽ പറയും, നീ യു മസ്റ്റ് സീ ദ പവർ ഓഫ് ദ ഗോഡ്, നീ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ നല്ല കാര്യങ്ങൾ, നിനക്ക് അതിലൂടെ കിട്ടുന്ന പുണ്യങ്ങളെ കുറിച്ച് നീ ആലോചിക്കണമെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഈ ഒരു ബാഡ് ഈവിൽ ആക്ടിവിറ്റീസിൽ നിന്ന് ഫോസ്റ്റസിനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കും. പക്ഷെ ബാഡ് ഏഞ്ചൽ അല്ലെങ്കിൽ ഇവിൽ ഏഞ്ചൽ എന്താണ് പറയുന്നത്, ഇവിൽ ഏഞ്ചൽ പറയും, നീ ഒരു കാരണവശാലും ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പിന്മാറരുത്, കാരണം നീ ബ്ലാക്ക് മാജിക്കിൽ തുടർന്നാൽ നിനക്ക് ഇതുവരെ കിട്ടാത്ത സുഖ സൗകര്യങ്ങളും വെൽത്തും മണി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേരും പ്രശസ്തി എല്ലാം നിനക്ക് പെട്ടെന്ന് നിന്നിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ ഒരു ഇവിൽ ഏഞ്ചൽ പറയും. ഇവിൽ ഏഞ്ചൽ പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഫോസ്റ്റസിന്റെ മനസ്സിൽ ഇത് ആയിക്കഴിഞ്ഞു, ബ്ലാക്ക് മാജിക്ക് പഠിച്ചാൽ തനിക്ക് നല്ല രീതിയിൽ ടാലന്റഡ് ആവാൻ പറ്റുമെന്ന്. അപ്പോൾ അഗെയിൻ ഫോസ്റ്റസ് ഗോഡ് ഏഞ്ചലിനെ ഇഗ്നോർ ചെയ്തിട്ട് ഈ ഒരു ബാഡ് ഏഞ്ചലിന്റെ കൂടെ നിൽക്കും. ഫോസ്റ്റസ് അഗെയിൻ ഡിസൈഡ് ചെയ്തു, ഓക്കെ എൻ്റെ സോള് ഞാൻ ലൂസിഫറിന് കൊടുക്കാം, അതിന് പകരം എനിക്ക് നല്ല ശക്തിയും ടാലന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്ന് ഫോസ്റ്റസ് കരുതും. ഈ സമയം ഏഞ്ചൽസ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെഫിസ്റ്റോഫിലിസ് അവിടെ പിന്നെ വരും. After that, he summons Mephistopheles, who tells him that Lucifer has agreed to his proposal. Mephistopheles tells Faustus that he has to sign the contract on his blood. അപ്പോൾ മെഫിസ്റ്റോഫിലിസ് പിന്നെ ആ ഒരു ഇവില് പിന്നെയും അവിടെ പ്രത്യക്ഷമായി കഴിഞ്ഞിട്ട് ഫോസ്റ്റസിന്റെ അടുത്ത് മെഫിസ്റ്റോഫിലിസ് ഇവില് പറയും, ഞാൻ ലൂസിഫർ ആരാണ്, മാസ്റ്റർ ഓഫ് ഹെല്ല്, ലൂസിഫറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിന്റെ കാര്യം. അപ്പൊ ലൂസിഫർ നിന്നെ ഈ ഇതിലോട്ട് സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിന് നമുക്കൊരു കോൺട്രാക്ട് എഴുതണമെന്ന് പറയും. അപ്പൊ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം ഇതാണ്, 24 വർഷം മെഫിസ്റ്റോഫിലിസിന്റെ ആ ഒരു ഗുഡ് സോൾ, ആത്മാവ് എന്ന് പറയുമ്പോൾ ഗുഡ് സോൾ ആയിരിക്കുമല്ലോ, ആ ഒരു ഗുഡ് സോള്, ആ ഒരു ആത്മാവ് ലൂസിഫറിന് മുന്നിൽ പണയം വയ്ക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അതിന് പകരം ലൂസിഫർ ഈ ഒരു മെഫിസ്റ്റോഫിലിസ് ഉണ്ടല്ലോ, ഇവിലിനെ നമ്മളുടെ ഫോസ്റ്റസിന്റെ അടിമയാക്കി മാറ്റുന്നതാണ്. അതുപോലെ തന്നെ അടിമയാക്കുന്ന എന്തിനാണ്, ഫോസ്റ്റസിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് മെഫിസ്റ്റോഫിലിസിനെ ഫോസ്റ്റസിന്റെ കൂടെ ആക്കുമെന്ന് ആണ് ലൂസിഫറിന്റെ
ഒരു പ്രൊപ്പോസൽ വരുന്നത്. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്, ഒന്നുകൂടെ പറയാം. അടുത്ത 24 വർഷത്തേക്ക് നീ നിന്റെ ആത്മാവ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലൂസിഫറിന് മുന്നിൽ സമർപ്പിച്ചാൽ നീ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ 24 വർഷത്തിനുള്ളിൽ നിനക്ക് ലൂസിഫർ അല്ലെങ്കിൽ ഈ ഒരു ചെകുത്താൻ നിനക്ക് സാധിപ്പിച്ച് തരും എന്നാണ് ഈ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം, ഈ 24 വർഷത്തിനുള്ളിൽ നീ ദൈവത്തിനോടൊപ്പം പോകാനായിട്ട് തീരുമാനിക്കുകയോ ദൈവത്തിനൊക്കെ പോകാനായിട്ട് തീരുമാനിക്കുകയോ ചെയ്താൽ, ദൈവത്തിന്റെ എന്തിലേലും ജോയിൻ ആവുകയോ ചെയ്താൽ നിന്റെ ആത്മാവ് തിരിച്ചു തരില്ല, മീൻസ് നിന്നെ കൊന്നുകളയും എന്നാണ് ആ ഒരു എഗ്രിമെന്റിലുള്ളത്. ഓൾസോ വേറൊരു കാര്യം പറയുന്നത്, 24 വർഷം കഴിഞ്ഞിട്ട് 24 വർഷം നിനക്ക് സുഖ സൗകര്യമായിട്ട് ചെകുത്താന്റെ പവേഴ്സുമായിട്ട് ജീവിക്കാം. പക്ഷെ 24 വർഷങ്ങൾ കഴിഞ്ഞാൽ നീ മരിച്ചു പോകുമെന്നാണ് ആ ഒരു കോൺട്രാക്റ്റിലുള്ളത്. അപ്പോൾ ഫോസ്റ്റസ് ചിന്തിക്കുന്ന എന്താണ്, 24 വർഷം ഇനിയുണ്ടല്ലോ. 24 വർഷം എന്ന് പറയുമ്പോൾ എന്നാണേലും ഞാൻ മരിക്കും. പക്ഷെ 24 വർഷം എനിക്ക് ജീവിക്കുന്ന സമയത്ത് പേരും പ്രശസ്തി എടുക്കുകയും ചെയ്യാം, സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടുകയും ചെയ്യാം, ലോകത്തിലെ എല്ലാ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം, ലോകത്തിലെ എല്ലാ ആൾക്കാരും എന്നെ കുറിച്ച് അറിയും. ഓൾസോ എനിക്ക് ഒരുപാട് ടാലന്റ് കിട്ടും, ഒരുപാട് വെൽത്തും, ഞാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ ഒരു 24 വർഷം ലഭിക്കുമല്ലോ. അത് കഴിഞ്ഞാലും ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർ ഫോസ്റ്റസ് ചിന്തിക്കും. അങ്ങനെ ഈ ഒരു എഗ്രിമെന്റിന് ഫോസ്റ്റസ് എഗ്രി ചെയ്യും, അംഗീകരിക്കും. പക്ഷെ ഈ ലൂസിഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ എഗ്രിമെന്റ് രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യേണ്ടത് സൈൻ ദ കോൺട്രാക്ട് ഓൺ ഹിസ് ഓൺ ബ്ലഡ്. ഫോസ്റ്റസിന്റെ ബ്ലഡ് യൂസ് ചെയ്ത് വേണം ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ. ഇതാണ് ആ ഒരു കോൺട്രാക്റ്റിൽ വരുന്ന മെത്തേഡ്. അപ്പോൾ ഫോസ്റ്റസ് എഗ്രി ആണല്ലോ, ഈ ഒരു കോൺട്രാക്റ്റിന് 100% അദ്ദേഹം ആണ്. അപ്പോൾ സൈൻ ചെയ്യാനായിട്ട് കയ്യിൽ ഒരു മുറിവ് വരുത്തും. കൈ ഒന്ന് കീറിയിട്ട് മുറിവ് വരുത്തി ബ്ലഡ് വെച്ച് സൈൻ ചെയ്യാൻ പോകുന്ന ടൈമിൽ ഫോസ്റ്റസ് cuts his arm and starts writing, but his blood congeals എന്ന് പറയുമ്പോൾ കട്ട പിടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബ്ലഡ് കൈ മുറിച്ചിട്ട് വരുന്ന ബ്ലഡ് വെച്ച് സൈൻ ചെയ്യാൻ പോകുന്ന നേരത്ത് ആ ബ്ലഡ് കട്ട പിടിക്കുകയാണ്. അവിടെ ദൈവം എഗെയിൻ ഫോസ്റ്റസിന് ഒരു സൂചന കൊടുക്കുകയാണ്, നീ ചെയ്യാൻ പോകുന്നത് പാപമാണ്, നീ ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, നീ ചെകുത്താന്റെ കൂടെ കൂടുന്നതിനോടൊപ്പം നിന്റെ ജീവിതം ഇല്ലാതാവുകയാണെന്ന് ദൈവം ഒരു സൂചന അവിടെ കൊടുക്കുകയാണ് ബ്ലഡ് കട്ട പിടിക്കുന്നതിലൂടെ. ഇപ്പൊ ഫോസ്റ്റസിന്റെ ആ ഒരു ആത്മാവ്, സോൾ അടങ്ങുന്ന ശരീരം പോലും ആ ഒരു പ്രവർത്തിക്കെതിരെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫോസ്റ്റസ് ആലോചിക്കും, പക്ഷെ ഫോസ്റ്റസിന് അത് തിങ്ക് ചെയ്യാനുള്ള ബുദ്ധിയില്ല, ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്. അപ്പോൾ ബ്ലഡ് കട്ട പിടിക്കും, സൈൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകും. ആ സമയത്ത് എന്ത് ചെയ്യും, മെഫിസ്റ്റോഫിലിസ് റഷസ് ടു ബ്രിങ് ഫയർ ടു മേക്ക് ദ ബ്ലഡ് ഫ്ലോ. അപ്പോൾ മെഫിസ്റ്റോഫിലിസ് ഇബിലാണല്ലോ, ഫയർ ഒക്കെ സ്വയം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ബ്ലഡിലോട്ട് അടിച്ചു കൊടുക്കും. എന്തിനാണ്, ബ്ലഡ് കട്ടയായപ്പോൾ ഈ ഒരു ചൂട് തട്ടുമ്പോൾ ബ്ലഡ് അഗെയിൻ ഫ്ലോ ആവുമല്ലോ, ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഫ്ലോ വരുന്നതിലൂടെ സൈൻ ചെയ്യാനും പറ്റും. അങ്ങനെ സൈൻ ചെയ്യാൻ വേണ്ടി മെഫിസ്റ്റോഫിലിസ് ഇവല് ചൂട് തീ ഈ ഒരു ബ്ലഡിലോട്ട് അടിച്ചു കൊടുക്കും, കട്ടയായിരിക്കുന്ന ബ്ലഡിലോട്ട്. അങ്ങനെ ബ്ലഡ് ഒഴുകുകയും അത് യൂസ് ചെയ്ത് ഡോക്ടർ ഫോസ്റ്റസ് സൈൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെ കോൺട്രാക്ട് സക്സസ്ഫുള്ളി പ്ലേസ്ഡ്. അങ്ങനെ ദൈവത്തിനെതിരായിട്ടുള്ള പാതയിലോട്ട് ഫസ്റ്റ് ഡോക്ടർ ഫോസ്റ്റസ് ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി 24 വർഷമാണ് ഡോക്ടർ ഫോസ്റ്റസിന്റെ ആ ഒരു ആയുസ്സുള്ളത്. അങ്ങനെ എഗ്രിമെന്റ് ഒക്കെ കൊടുത്ത് മെഫിസ്റ്റോഫിലിസ് നമ്മളുടെ ഫോസ്റ്റസിന്റെ അടിമയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫോസ്റ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്ത് ആഗ്രഹം വേണമെങ്കിലും സാധിക്കാമല്ലോ, എന്ത് വേണമെങ്കിലും ചോദിക്കാമല്ലോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മളുടെ ഡോക്ടർ ഫോസ്റ്റസ് എക്സൈറ്റഡ് ആണ്. അത് കഴിഞ്ഞ് ഫോസ്റ്റസ് ഫിനിഷസ് ദ സൈനിങ് ദ കോൺട്രാക്ട് ആൻഡ് ഓപ്പൺസ് ഹിസ് വിഷ് ലിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മെഫിസ്റ്റോഫിലിസ്. അങ്ങനെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഹി ആസ്ക്സ് അബൌട്ട് ദ ഹെൽ ബട്ട് ഫൈൻഡ്സ് ദ ഡിസ്ക്രിപ്ഷൻ ഗിവൺ ബൈ മെഫിസ്റ്റോഫിലിസ് അൺസാറ്റിസ്ഫാക്ടറി. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഹെല്ലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, നരകത്തിനെ കുറിച്ച്. നരകം എങ്ങനെയാണ് ഉണ്ടായത്, ദൈവം ഇല്ലാതെ നരകം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചോദിക്കും. അപ്പോഴത്തേക്കും മെഫിസ്റ്റോഫിലിസ് പറയുന്ന ഒരു ആൻസർ
അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്ന് ഫോസ്റ്റസിന് തോന്നില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, when he asks for a wife, മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് ഈ ഒരു ഫോസ്റ്റസ് പറയും എനിക്കൊരു ഭാര്യനെ വേണം, സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ വേണമെന്ന് പറയും. മെഫിസ്റ്റോഫിലിസ് says he actually does not need a wife though he can bring him prostitutes every night. Foster then demands books on animals, plants and planets for it. അപ്പൊ ആദ്യം ഹെല്ലിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ അതിൽ കിട്ടിയ ആൻസർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ അല്ല ഫോസ്റ്റസിന്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിക്കും, ഓക്കെ എനിക്ക് ഒരു സുന്ദരിയായിട്ടുള്ള വൈഫിനെ വേണമെന്ന് പറയും. വൈഫിനെ വേണമെന്ന് പറയുമ്പോൾ ഈ വിവാഹം എന്ന് പറയുമ്പോൾ മംഗളകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇപ്പൊ ഏത് മതത്തിലുള്ള ആൾക്കാരാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും ഉറപ്പായിട്ടും രണ്ടാൾക്കാർ തമ്മിൽ കൂടിച്ചേരുന്നതാണ്, ഒരു മംഗളപരമായിട്ടുള്ള കാര്യവുമാണ് വിവാഹം. അത് ഏത് രീതിയിൽ നടത്തിയാലും. അപ്പോൾ മംഗളപരമായിട്ടുള്ള ആ ഒരു വിവാഹം നടക്കണമെങ്കിൽ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം എന്തായാലും വേണം. അപ്പൊ ആരാണേലും വിവാഹം കഴിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, എന്താണ് നമുക്ക് ഇനി സന്തോഷത്തോടെ ഒരുപാട് നാൾ ജീവിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു ദമ്പതികൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ മെഫിസ്റ്റോഫിലിസിനെ ആ ഒരു ഇവിലിനറിയാം വിവാഹം എന്നുള്ളത് മംഗളപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അവിടെ ഗോഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ആ ഒരു വിവാഹം നടക്കുകയുള്ളൂ എന്നും മെഫിസ്റ്റോഫിലിസിന് അറിയാം. പക്ഷെ ഇത് ഫോസ്റ്റസിന്റെ അടുത്ത് പറഞ്ഞാൽ, ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതായി പോവില്ലേ? കാരണം മെഫിസ്റ്റോഫിലിസ് ഇവിലിന്റെ ആളാണല്ലോ, ചെകുത്താന്റെ ആളാണല്ലോ. അപ്പോൾ വിവാഹം മംഗളപരമായിട്ടുള്ള കാര്യമാണെന്നും ദൈവത്തിന്റെ പ്രസൻസ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവത്തിന് അംഗീകരിക്കും പോലെ ആവത്തില്ലേ മെഫിസ്റ്റോഫിലിസിന്? അതുകൊണ്ട് മെഫിസ്റ്റോഫിലിസ് പറയുകയാണ്, ആക്ച്വലി നിനക്കൊരു വിവാഹത്തിന്റെ ആവശ്യമില്ല, കാരണം നിന്നെ എല്ലാ രാത്രികളിലും ഓരോ സ്ത്രീകളുടെ കൂടെ ഞാൻ കൊണ്ടുപോവാം. ഓരോ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഓരോ വേശ്യകളുടെ കൂടെയും ഓരോ രാത്രിയും ഓരോ നിനക്ക് ആഗ്രഹമുള്ള ഓരോ സ്ത്രീകളുടെ കൂടെയും ഓരോ രാത്രി നിനക്ക് കഴിയാം. അതുകൊണ്ട് ഒരു വിവാഹത്തിന്റെ ആവശ്യം നിനക്കില്ല എന്ന് പറഞ്ഞ് ഫോസ്റ്റസിന്റെ മെഫിസ്റ്റോഫിലിസ് അടയ്ക്കും. അപ്പൊ ഇത്രയും കേൾക്കുമ്പോഴത്തേക്കും എന്താണ്, ഫോസ്റ്റസ് ചോദിച്ച ആദ്യത്തെ ആ കാര്യങ്ങളൊന്നും മെഫിസ്റ്റോഫിലിസിന് നടത്തി കൊടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഫോസ്റ്റസ് എടുത്ത തീരുമാനത്തിൽ അദ്ദേഹം ചെറുതായിട്ടൊന്ന് പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും ഗോഡ് ഏഞ്ചലും എവിൽ ഏഞ്ചലും പിന്നെയും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഗുഡ് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ ഗോഡ് ഏഞ്ചൽ നല്ല ഏഞ്ചൽ ഗോഡ് ഏഞ്ചൽ പറഞ്ഞു ഫോസ്റ്റസിന്റെ അടുത്ത്, ഫോസ്റ്റസ് നീ ഇത്രയും പാപങ്ങൾ ചെയ്തത് ഓക്കെ, അത് ഓർക്കാമെന്ന് വയ്ക്കാം, നീ ഇനിയെങ്കിലും നിനക്ക് ഇനിയും നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ സമാധാനത്തോടെയുള്ള ജീവിതം വേണമെങ്കിൽ നീ ഇനിയെങ്കിലും ദൈവത്തിന്റെ മേഴ്സിക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് പറയും. എന്താണ് പറയുന്നത്, ഫോർ ഡോക്ടർ ഫോസ്റ്റസ് ടു റിപ്പന്റ് ആൻഡ് ഗെറ്റ് മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നീ ഇനിയെങ്കിലും പ്രാർത്ഥിക്കും, നീ ഇത്രയും ചെയ്ത പാപങ്ങൾ നിന്നിൽ നിന്ന് ഇല്ലാതാവാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറയും. ബട്ട് സെയിം ടൈം എന്ത് ചെയ്യും, ഇവിൽ ഏഞ്ചല് അതിനെ സമ്മതിക്കില്ല. ഇവിൽ ഏഞ്ചല് പറയും, നീ നല്ല പാതയിലാണ് പോകുന്നത്, നീ ബ്ലാക്ക് മാജിക് പഠിക്കുന്നതിലൂടെ നീ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ, ഇനി നിനക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ഫോസ്റ്റസിനെ പിന്നെയും വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ആ സമയത്ത് ഡോക്ടർ ഫോസ്റ്റസിന് ഇത് പറഞ്ഞിട്ട് ഏഞ്ചൽസ് അങ്ങ് പോകും, അത് രണ്ടുപേരും പോകും. എന്നിട്ട് ഡോക്ടർ ഫോസ്റ്റസ് ഇരുന്ന് ആലോചിക്കുമ്പോൾ ഡോക്ടർ ഫോസ്റ്റസിന് ഫീൽസ് ഡിസപ്പോയിന്റഡ് റിയലൈസിങ് ദാറ്റ് ഹി ഈസ് ഡാംഡ് എന്ന് പറയുമ്പോൾ നശിച്ചു എന്നുള്ള ഫീൽ. അയ്യോ, താൻ എടുത്ത ആ ഒരു ബ്ലാക്ക് മാജിക് പഠിക്കാം എന്നുള്ള ആ എടുത്ത തീരുമാനവും എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തതെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു ചിന്ത നല്ല രീതിയിൽ ഡോക്ടർ ഫോസ്റ്റസിന്റെ മനസ്സിൽ വരും. ഒന്നാമത്തെ കാര്യം, പിന്നെയും ഡോക്ടർ ഫോസ്റ്റസ് ഈ മെഫിസ്റ്റോഫിലിസ് ഉണ്ടല്ലോ, ആരാണ് മെസ്സഞ്ചർ, ലൂസിഫറിന്റെ മെസ്സഞ്ചർ അല്ലെങ്കിൽ ഈവിലായിട്ടുള്ള മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് പിന്നെയും ഓരോ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. ദൈവം ഇല്ലെങ്കിൽ ഇതുണ്ടാവുമോ, അല്ലെങ്കിൽ ദൈവമാണല്ലോ ആദ്യം ഉണ്ടായത്, ആരാണ് ഫസ്റ്റ് ഉണ്ടായത്, ഇങ്ങനെയുള്ള ഒരുപാട് ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ ഇതിനൊന്നും മെഫിസ്റ്റോഫിലിസിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ദൈവം നമ്മുടെ ലോകത്തുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മെഫിസ്റ്റോഫിലിസിന് ദൈവമില്ല എന്ന് അംഗീകരിച്ച് പറയാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ ഫോസ്റ്റസിന് മനസ്സിൽ തോന്നി തുടങ്ങി, അയ്യോ ഞാൻ ദൈവത്തിന്റെ ഇതിൽ പ്രവർത്തിച്ചത് ശരിയായില്ല, എനിക്കിനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി ദൈവത്തിന്റെ പാതയിലോട്ട് തന്നെ പോയാലോ എന്ന് വരെ ലാസ്റ്റ് ഡോക്ടർ ഫോസ്റ്റസ് ചിന്തിക്കുന്നുണ്ട്. ഈ സമയത്ത് സഡൻലി ലൂസിഫർ ഉണ്ടല്ലോ, ലൂസിഫർ ആരാണ്, മാസ്റ്റർ ഓഫ് ഹെല്ല്, നരകം അല്ലെങ്കിൽ ആ ഒരു
ഈവിൽ സ്പിരിറ്റിന്റെ ഹെഡായിട്ടുള്ള ലൂസിഫർ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ലൂസിഫർ പറയും, ഡോക്ടർ ഫോസ്റ്റസ് നീ ചെയ്യുന്ന ചതിയാണ്, നീ എഗ്രിമെന്റ് ഞങ്ങൾക്ക് സൈൻ ചെയ്ത് തന്നതാണ്, എഗ്രിമെന്റിൽ നീ പറഞ്ഞിരുന്നു ദൈവത്തിന്റെ ഒരു പാതയും നീ ഇന്ന് സ്വീകരിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് നീ ഈവിലിന്റെ അണ്ടറിലായിരിക്കും, നീ ചിന്തിച്ചത് കൂടി തെറ്റാണ്, നീ ഇനി ചിന്തിച്ചാൽ നിനക്കത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ലൂസിഫർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്ന് ഡോക്ടർ ഫോസ്റ്റസിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് ആക്ച്വലി ഈ ഡോക്ടർ ഫോസ്റ്റസ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തതിലുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് 24 വർഷം ഇവിൽ സ്പിരിറ്റിന് സേവകനായിട്ട് പ്രവർത്തിക്കാമെന്നായിരുന്നല്ലോ ആ ഒരു എഗ്രിമെന്റ്. അതൊക്കെ ലൂസിഫർ ഓർമ്മിപ്പിക്കും. എന്നിട്ട് ലൂസിഫർ എന്ത് ചെയ്യുമെന്ന് അറിയോ? ലൂസിഫർ വന്നിട്ട് പറയും, ഡോക്ടർ ഫോസ്റ്റർ ടു ഡൈവേർട്ട് ഫോസ്റ്റസ് ഫ്രം ഹിസ് അഗ്നി ഹി ഓർഗനൈസസ് ആൻ എന്റർടൈനിങ് ഷോ ഓഫ് 7 deadly sins. അപ്പോൾ ലൂസിഫർ കരുതും ഡോക്ടർ ഫോസ്റ്റസ് ഇനിയും ഇവനെ ഇങ്ങനെ ദൈവത്തിന്റെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇവൻ ഇവിൽ സ്പിരിറ്റിനെ വിട്ടിട്ട് അഗൈൻ ദൈവത്തിന്റെ പാതയിലോട്ട് പോകും. അതിന് ഇവനെ അനുവദിച്ചുകൂടാ. കാരണം ഇവൻ ജസ്റ്റ് സ്റ്റാർട്ട് ആയതല്ലേ ഉള്ളൂ. ഇനിയും നമ്മുടെ കയ്യിലായാലേ ഇവനെ കറക്റ്റായിട്ട് നമ്മളുടെ വരുതിയിൽ നിർത്താൻ പറ്റത്തുള്ളൂ എന്ന് കരുതിയിട്ട് ലൂസിഫർ എന്ത് ചെയ്യും? ലൂസിഫർ മനസ്സിലായല്ലോ ആരാന്ന്? മാസ്റ്റർ ഓഫ് ഹെല്ലാണ്. അപ്പോൾ ലൂസിഫർ ഫോസ്റ്റസിന്റെ മനസ്സ് ഇവിൽ സ്പിരിറ്റിലോട്ട് അഗെയിൻ ഡൈവേർട്ട് ചെയ്യാനായിട്ട്, ആ ദൈവിക ചിന്തയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഡോക്ടർ ഫോസ്റ്റസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു 7 deadly sins ഷോ ഓർഗനൈസ് ചെയ്യും. ഈ 7 deadly sins എന്ന് പറയുമ്പോൾ അതിൽ 7 പ്രവൃത്തികളാണ് വരുന്നത്. 7 പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ പ്രൈഡ്, കൺവേർഷനസ്, വ്രാത്ത്, എൻവി, ഗ്ലൂട്ടണി, സ്ലോത്ത്, ലഷ്ട്രി എന്നീ 7 സിൻസ് അല്ലെങ്കിൽ 7 പ്രവർത്തികൾ അടങ്ങിയ ഒരു ഷോ ഈ ലൂസിഫറിന് വേണ്ടി ഫോസ്റ്റസിന് വേണ്ടി ലൂസിഫർ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ എന്താണ് ഈ ഒരു 7 സിൻസ് അല്ലെങ്കിൽ 7 പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ ഈ 7 പ്രവർത്തികളും ദൈവത്തിന് എതിരായിട്ടുള്ള പ്രവർത്തികളാണ്. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും മനുഷ്യൻ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള 7 കാര്യങ്ങളാണ് ഈ ഒരു ഷോ അല്ലെങ്കിൽ ആ ഒരു തീമിൽ വരുന്നത്. ഇപ്പോൾ അതിൽ വരുന്നത് പ്രൈഡ്, അതുപോലെ ബ്രാത്ത്. പ്രൈഡ് എന്ന് പറയുമ്പോൾ അഹംഭാവം, അതിനെയാണ് പറയുന്നത്. ബ്രാത്ത് എന്ന് പറയുമ്പോൾ കോപം, അതുപോലെ കൺവെർഷനസ് എന്ന് പറയുമ്പോൾ അത്യാഗ്രഹം, അതുപോലെ എൻവി എന്ന് പറഞ്ഞാൽ അസൂയ, ഗ്ലൂട്ടണി എന്ന് പറയുമ്പോൾ ഒരു അത്യാഗ്രഹം, അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് എതിരായിട്ടുള്ള പ്രവൃത്തി. പിന്നെ ലഷറി എന്ന് പറയുമ്പോൾ ഈ പലരുമായിട്ട് സെക്ഷൽ റിലേഷനൊക്കെ എക്സ്ട്രാ മാർഷ്യൽ അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് ലഷറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ അഹംഭാവം, അത്യാഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളുടെ ബൈബിൾ എടുത്താലും അല്ലെങ്കിൽ ബൈബിളിലാണേലും, ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ബൈബിളിലാണേലും ഭഗവത്ഗീതയിലാണേലും മുസ്ലിംസിന്റെ ആണേലും ഏതിലെടുത്താലും ഏത് നമ്മൾ കാറ്റഗറിയിൽ എടുത്താലും എല്ലാ ദൈവങ്ങളും ലാസ്റ്റ് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ മനുഷ്യനെപ്പോഴും മനുഷ്യനായിട്ട് ജീവിക്കണം, ദൈവത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം അല്ലേ? നമ്മളുടെ നാട്ടിൽ ഒരുപാട് മതവിഭാഗങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ എല്ലാ മതത്തിലെയും ദൈവങ്ങൾ ലാസ്റ്റ് പറഞ്ഞ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരാളാൽ അസൂയപ്പെടരുത്, നമ്മൾ വേറെ ഒരാൾ നന്നാവുന്ന കണ്ട് അസൂയപ്പെടരുത്, നമ്മൾ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കരുത്, നമ്മളായിട്ട് വേറൊരാൾ ദുഃഖിക്കാൻ പാടില്ല. അപ്പൊ എല്ലാ ദൈവങ്ങളും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഈ ഒരു മതത്തിന്റെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ഇതാണ്. നമ്മളിപ്പോൾ മതപ്രഭാഷകന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് പോലും ഇതാണ്. നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക അല്ലെ, നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോവാതിരിക്കുക അല്ലെ, അമിതമായിട്ട് ദേഷ്യപ്പെടാതെ എല്ലാവരിലും നല്ലൊരു ആളായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുക. ഇതൊക്കെയാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 7 deadly sins പഠിപ്പിക്കുന്ന ഒരു ഷോ അങ്ങനെയാണ്, ദൈവത്തിന് കംപ്ലീറ്റ് ആയിട്ട് എതിരായിട്ടുള്ള കാര്യം. അങ്ങനെ ലൂസിഫറിന് വേണ്ടി ആ ഒരു ഷോ ഒക്കെ നടത്തും. അതൊക്കെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മളുടെ ഡോക്ടർ ഫോസ്റ്റസ് പിന്നെയും ആ ഒരു ഇവിൽ സ്പിരിറ്റിന്റെ അണ്ടറിലാവും. ഇവിൽ സ്പിരിറ്റിന്റെ അണ്ടറിലായിട്ട് ഫോസ്റ്റസിന് വേണ്ടി പിന്നെ ഒരു ചാരിയറ്റ് മൗണ്ടൻ ഒളിമ്പസിൽ ഡ്രാഗൺസ്
വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ചാരിയറ്റിൽ ഡോക്ടർ ഫോക്സ്റ്റസിനെ കൊണ്ടുപോകുന്നുണ്ട്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന, ആളെ ഇരുത്തിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന, മഞ്ഞിലൊക്കെ ഈ സാന്റാക്ലോസ് ഒക്കെ പോകുന്നത്, അതും ഇതൊരു വെഹിക്കിളായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഡ്രാഗൺസ് ഈവിൽസും ഒക്കെ അങ്ങനെ ഡോക്ടർ ഫോക്സ്റ്റസിനെ അങ്ങനെ ഒരു വണ്ടിയിലൊക്കെ ഇരുത്തി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡോക്ടർ ഫോക്സ്റ്റസ് ആ ഒരു ഈവിൽ സ്പിരിറ്റിന്റെ അല്ലെങ്കിൽ ലൂസിഫറിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു, മനസ്സൊക്കെ അങ്ങോട്ടായി. പിന്നെ എന്താണ്, നെക്സ്റ്റ് ഫോക്സ്റ്റസ് ഗെറ്റ്സ് റെഡി ടു ഗോ ഓൺ എ ജേർണി ടു റോം ആൻഡ് ബി പാർട്ട് ഓഫ് ദ ഫീസ്റ്റ് ബീങ് അറേഞ്ച്ഡ് ടു ഹോണർ സെന്റ് പീറ്റർ. സെന്റ് പീറ്റർ, ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരവായിട്ടുള്ള സെന്റ് പീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫീസ്റ്റ് അല്ലെങ്കിൽ ഒരു പരിപാടി ഉണ്ട്. അത് റോമിലാണ് നടക്കുന്നത്. അവിടെ പോപ്പ് വരുന്നുണ്ട്, പോപ്പ് ഓഫ് റോം. റോം എന്ന് പറയുമ്പോൾ പോപ്പ് എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ, അവരൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനായിട്ട് ഡോക്ടർ ഫോക്സ്റ്റസ് പോകുന്നുണ്ട്. എന്തിനാണ് ഈ ഫോക്സ്റ്റസ് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ പറ്റിക്കാനായിട്ടാണ് ഫോക്സ്റ്റസ് ഈ ഒരു റോമിലോട്ട് പോകുന്നത്. അങ്ങനെ മെഫിസ്റ്റോഫിലിസും ഡോക്ടർ ഫോക്സ്റ്റസ് കൂടെ അവിടെ റോമിൽ പോവും. റോമിൽ പോയിട്ട് മെഫിസ്റ്റോഫിലിസ് യൂസസ് എ മാജിക് സ്പെൽ ആൻഡ് മേക്സ് ഫോക്സ്റ്റസ് ഇൻവിസിബിൾ. അങ്ങനെ ആ ഒരു പരിപാടിയിൽ ആ ഒരു ഹാളിൽ ഇവരെത്തും. അവിടെ ചെന്നിട്ട് മെഫിസ്റ്റോഫിലിസ് ഓൾറെഡി ഇവിലാണ്, അപ്പോൾ വേറെ ഒരാൾക്ക് കാണാൻ പറ്റില്ല. ഇവരുടെ ഈ ബ്ലാക്ക് മാജിക്കിലുള്ള ആൾക്കാർക്ക് മാത്രമേ മെഫിസ്റ്റോഫിലിസിനെ കാണാൻ പറ്റൂ. എന്നിട്ട് മെഫിസ്റ്റോഫിലിസ് ഒരു ബ്ലാക്ക് മാജിക്കിന്റെ ഒരു മാജിക് സ്പെല്ല് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മാജിക് കണ്ടന്റ് യൂസ് ചെയ്ത് ഡോക്ടർ ഫോക്സ്റ്റസിനെ ഇൻവിസിബിൾ ആക്കും. ഇൻവിസിബിൾ ആക്കും എന്ന് പറയുമ്പോൾ അപ്രതീക്ഷമാക്കുമ്പോൾ ഈ മെഫിസ്റ്റോഫിലിസും ഡോക്ടർ ഫോക്സ്റ്റസും ഇപ്പോൾ അപ്രതീക്ഷമാണ്, ഇൻവിസിബിൾ ആണ്, വേറെ ആർക്കും അവരെ കാണാനായിട്ട് പറ്റില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആസ് ദ പോപ്പ് ഓഫേഴ്സ് എ ഡൈൻറ്റി ഡിഷ് ടു ദ കാർഡിനൽ, ഫോക്സ്റ്റസ് സ്നാച്ചസ് എവേ സെവറൽ ടൈംസ് ആൻഡ് അനൗൺസ് ദ പോപ്പ്. അവിടെ ചെന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ലൈറ്റ് ഉണ്ടാവും, ഈ ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിരിക്കുകയായിരിക്കും. ഇവര് ഈ ഇൻവിസിബിൾ ആയിട്ട് ഇതെല്ലാം ഊതി അണക്കുകയും ഓരോ പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഹാളിൽ, അതെല്ലാം തട്ടിയിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് ഒരുപാട് ഇവരെ അനോയ് ചെയ്യും. പോപ്പിനെ, ഈ ഒരു മാർപ്പാപ്പേനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യും ഇവർ ഇൻവിസിബിൾ ആയിട്ട് നിന്നിട്ട്. അവർ നോക്കുമ്പോൾ അവിടെയുള്ള പോപ്പും കൂടെയുള്ള സെന്റ് പീറ്ററും ആൾക്കാരും നോക്കുമ്പോൾ അവർ ദൈവികമായിട്ടുള്ള പരിപാടിക്ക് അതിനാണ് അവിടെ കൂടിയിട്ടുള്ളത്. അവർ നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല, വേറെ ഫോക്സ്റ്റസിനെ ഒന്നും അവർക്ക് കണ്ടുകൂടാ. ബട്ട് ഫോക്സ്റ്റസും മെഫിസ്റ്റോഫിലിസും ഇൻവിസിബിൾ ആയിട്ട് അവിടെ ഇങ്ങനെ ഓരോ പേടിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് അവിടെയുള്ളവർ വിചാരിക്കും, അയ്യോ ഏതോ ഒരു ദുഷ്ടശക്തിയുടെ സ്പിരിറ്റ് അവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ ഈ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് കരുതി അവർ ഒരുപാട് പേടിക്കും അവിടെയുള്ളവർ. കാരണം ആളെ കണ്ടും കൂടെ. ബട്ട് പ്രോഡക്ട്സ് ഒക്കെ ഓരോന്നായിട്ട് താഴെ വീഴുന്നുണ്ട്, ക്ലോക്ക് താഴെ വീണു പൊട്ടുന്നു, ലൈറ്റ്സ് അണയുന്നു, ക്യാൻഡിൽസ് ഒക്കെ കത്തുന്നു, അണയുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവർ പേടിക്കും. അങ്ങനെ ഇവര് ഫോക്സ്റ്റസ് ഫസ്റ്റ് ചെന്ന് ഒരു പണി കൊടുക്കുന്ന അവർക്കാണ്, റോമിലെ പോപ്പിന്റെ അവിടെ ചെന്നാണ് ഒരു പണി കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫോക്സ്റ്റസിന് നല്ല ഒരു ശക്തിയൊക്കെ കിട്ടിയെങ്കിലും ഫോക്സ്റ്റസ് അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഫോക്സ്റ്റസ് മറ്റുള്ളവരെ എങ്ങനെ അനോയ് ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നാണ് ഫോക്സ്റ്റസ് ചിന്തിക്കുന്നത്. അങ്ങനെ ആ സീനിൽ ഒരു ആക്ട് 3 അല്ലെങ്കിൽ രംഗം 3 അതാണ് കാണിക്കുന്നത്, പോപ്പിനെ അനോയ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ തന്നെ ഒരു റാഫും അതുപോലെ തന്നെ റോബിൻ എന്ന് പറഞ്ഞ രണ്ടുപേരെ കാണുന്നുണ്ട്. അവര് ഇവരുടെ ട്രിക്സ് കട്ടു എന്ന് പറഞ്ഞാൽ, മീൻസ് ട്രിക്സ് കട്ടു എന്ന് പറഞ്ഞാൽ ഇവരെ മാജിക് ട്രിക്ക്, ഫോക്സ്റ്റസിന് കിട്ടിയ മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അവരെ മൃഗങ്ങളാക്കുന്നുണ്ട്. റാഫിനെ ഡോഗായിട്ടും റോബിനെ ആപ്പ് ആയിട്ടും ഇങ്ങനെ രണ്ട് ആനിമൽസ് ആയിട്ട് അവരെ കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഫോക്സ്റ്റസിന്റെ മാജിക്കൽ ശക്തി യൂസ് ചെയ്ത്. അങ്ങനെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവരവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ സംഭവം ചെയ്യുന്നത്, അത് കഴിഞ്ഞ് കോറസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളുടെ മുമ്പുള്ള ഏത് യൂറോപ്യൻ ഡ്രാമ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഡ്രാമ എടുത്താലും കോറസ് ഒരു മെയിൻ പാർട്ടാണ്. രംഗം ഒക്കെ ഉള്ള നാടകത്തിൽ കോറസ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കോറസ് പിന്നെ അവൻ്റെ പിറകിൽ, ഈ ഒരു ഡ്രാമയുടെ പിറകിൽ പിന്നെ പറയുന്നുണ്ട്, ഫോക്സ്റ്റസ് ഇങ്ങനെ ഒരുപാട് വളർന്നു വലുതായി, ഒരുപാട് രാജ്യങ്ങളിൽ പോയി, ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായി, ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു മനുഷ്യനായെന്ന് കോറസ് ഇങ്ങനെ ഫോക്സ്റ്റസിനെ ഇങ്ങനെ പറയുന്നുണ്ട് ആളുകളിലേക്ക്. അപ്പോൾ ഇപ്പം നിലവിൽ
ഒരുപാട് വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലായല്ലോ. ഓൾമോസ്റ്റ് ആ ഒരു 24 വർഷം കവർ ചെയ്യാറായി. അപ്പം അത്രയും വർഷം കഴിഞ്ഞു. ഫോസ്റ്റേഴ്സ് ഒരുപാട് പരിപാടികളിൽ പോയി, ഒരുപാട് മാജിക് ഷോകൾ പോയി, ഒരുപാട് വലിയ ആൾക്കാരുമായിട്ട് കണക്ഷൻ ഉണ്ടായി. കാരണം ത്രൂ ദിസ് മാജിക്കൽ ആക്ടിവിറ്റീസിലൂടെ അദ്ദേഹം, ഈ ഒരു ബ്ലാക്ക് മാജിക്കൽ ആക്ടിവിറ്റീസിലൂടെ അദ്ദേഹം ഒരുപാട് പോപ്പുലറായി. ബട്ട് ആളുകൾ എന്താണ് കരുതിയിരിക്കുന്നത്, ഇദ്ദേഹത്തിന് വേറെ എന്തോ കഴിവാണ്, ബ്ലാക്ക് മാജിക് ആണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു മജീഷ്യനായി മാറി ഫോസ്റ്റേഴ്സ് എന്നാണ് കോറസ് പറയുന്നത്. അതിനുശേഷം എന്താണ്, ആ ഒരു 24 years അവിടെ എത്താറായോ കേട്ടോ, ഒരു ലാസ്റ്റ് സമയമായി. എന്താണ്, ഏത് 24 years ആണ്? ഫസ്റ്റ് ഇവർ ഒരു എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ലൂസിഫറിനെ, അടുത്ത 24 വർഷം സോള് കൊടുക്കുവാണെന്ന്. അങ്ങനെ ആ ഒരു 24 വർഷം ആവാറുമായി. ആ ഫോസ്റ്റേഴ്സ് ഒരുപാട് പോപ്പുലറുമായി. പിന്നെ പറയുന്നത്, ഫോസ്റ്റേഴ്സ് ഈസ് ഫൗണ്ട് ഇൻ ദ കോർട്ട് ഓഫ് എംപറർ ചാൾസ് വി അറ്റ് ഇൻസ്ബ്രഗ്. ദ കിങ് അപ്രീഷിയേറ്റ്സ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് ചാൾസ് വി രാജാവ്, എംപറർ ആയിട്ടുള്ള ചാൾസ് വി, ഇൻസ്ബർഗിലുള്ള ചാൾസ് 5 അല്ല, ചാൾസ് 5 ആണ്. ഓക്കെ, ചാൾസ് 5, 5ാമത്തെ ചാൾസ് രാജകുമാരൻ ഫോസ്റ്റേഴ്സിനെ അവരുടെ കൊട്ടാരത്തിലോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് മാന്ത്രിക ശക്തിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷെ നീ എനിക്കത് പ്രൂവ് ചെയ്ത് തരണം. എനിക്ക് അലക്സാണ്ടറിനെ കാണണമെന്ന്, ഗ്രേറ്റ് ആയിട്ടുള്ള എംപറർ ആയിട്ടുള്ള മരണപ്പെട്ട അലക്സാണ്ടറിനെ എനിക്ക് എൻ്റെ മുന്നിൽ കാണണം. എൻ്റെ മുന്നിൽ നീ കാണിച്ചു തന്നാൽ, മരിച്ചുപോയ അലക്സാണ്ടറിനെ നീ എൻ്റെ മുന്നിൽ കാണിച്ചു തന്നാൽ നിനക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കാമെന്ന് 5ാമത്തെ ചാൾസ് രാജകുമാരൻ പറയും, കിങ് പറയും. അങ്ങനെ എന്ത് ചെയ്യും, he wonders if Faustus could bring them back to life. Faustus uses his magical powers and fetches 2 spirits resembling Alexander and his paramour. The emperor gets delighted to see the two. അപ്പോൾ അലക്സാണ്ടറിനെ, അദ്ദേഹത്തിന്റെ പരോമർ, അലക്സാണ്ടറിന്റെ ആ ഒരു ആത്മാവ്, അത് കറക്റ്റ് ഒരു അലക്സാണ്ടറിനെ, അതുപോലെ ഒരു രൂപം, മരിച്ചുപോയ അലക്സാണ്ടറിന്റെ ആ ഒരു സോള്, ആ രൂപം ആയിട്ട് ഫ്രണ്ടിൽ കൊണ്ട്, ഈ ഒരു ചാൾസ് രാജാവിന്റെ മുന്നിൽ കൊണ്ട് ഫോസ്റ്റേഴ്സ് മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കൊണ്ടുവച്ച്. അപ്പോഴാണ് ചാൾസ് രാജകുമാരന് മനസ്സിലായത്, ഓക്കെ, ഫോസ്റ്റേഴ്സ് ഭയങ്കര പവർഫുള്ളാണ്, മരിച്ചുപോയവരെ വരെ തിരിച്ചു കൊണ്ടിതാ രൂപം കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചാൾസ് ഒരുപാട് അംഗീകരിച്ചു ഇദ്ദേഹത്തിനെ. അങ്ങനെ ചാൾസ് 5ാമനെയൊക്കെ പ്രീതിപ്പെടുത്തി പിന്നെയും ഫോസ്റ്റേഴ്സ് എല്ലാ രാജ്യങ്ങളിലും, അത്യാവശ്യം എല്ലാ രാജ്യങ്ങളിലും ആൾക്കാർ അറിയാൻ തുടങ്ങി. ഓൾറെഡി അറിയാവുന്ന ആളായിരുന്നു, എങ്കിൽ കുറച്ചുകൂടെ ഫേമസ് ആയി. അത് കഴിഞ്ഞ് എന്താണ്, ഡ്യൂക്ക് ഓഫ് വാനോൾട്ട്, അവിടുത്തെ ഒരു ഡ്യൂക്ക്, വാനോൾട്ടിലെ ഡ്യൂക്ക് രാജാവ്, അദ്ദേഹത്തിന്റെ രാജ്ഞിക്ക്, വൈഫിന് വേണ്ടി ഈ ഒരു ഫോസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ശക്തിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അപ്പം നിന്റെ ശക്തി ഞങ്ങൾക്ക് അറിയണം. അതിനായിട്ട് എൻ്റെ ഡച്ചസ് എന്ന് പറയുമ്പോൾ രാജകുമാരി, എൻ്റെ വൈഫിന്, പ്രിൻസസിന്, ഇപ്പൊ കറന്റ്ലി ഗ്രേപ്പ് സീസൺ അല്ല, മുന്തിരിയുടെ ആ ഒരു സമയമല്ല, പക്ഷെ അവൾക്ക് ഇപ്പൊ മുന്തിരി കഴിക്കാനായിട്ട് താല്പര്യമുണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ കുടിക്കാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ നീ എന്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിക്കും. സഡൻലി ഫോസ്റ്റേഴ്സ് മിനിറ്റുകൾക്കുള്ളിൽ ഒരു ലോഡ് ഗ്രേപ്പ് ആ ഒരു കൊട്ടാരത്തിൽ മുന്നിൽ പ്രത്യക്ഷമാക്കും. അപ്പോൾ ടു എവറി വൺ സർപ്രൈസ്, എ ഡിഷ് ഓഫ് ഡെലിഷ്യസ് ഗ്രേപ്പ് ഈസ് പ്രസന്റഡ് ബിഫോർ ദ ഡച്ചസ്. ദ ഡ്യൂക്ക് സീസ് ഹി വുഡ് റിവാർഡ് ഫോസ്റ്റേഴ്സ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്, എല്ലാവരും സർപ്രൈസ്ഡ് ആയി. കാരണം ഈ ഒട്ടും ഗ്രേപ്പ് ഒന്നും ഒരിടവും വളരാത്ത ഈ സീസണിൽ മിനിറ്റുകൾക്കുള്ളിൽ ആ ഒരു കൊട്ടാരത്തിന്റെ ഫ്രണ്ട് ഫുള്ള്, പ്രിൻസസിന്റെ ഫുള്ള് ഈ ഒരു ഗ്രേപ്സ് കൊണ്ടുവച്ചു. അത് ഒരുപാട് ടേസ്റ്റി ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു കിങ്, അവിടുത്തെ കിങ് എന്ത് ചെയ്തു, ഫോസ്റ്റേഴ്സിന് റിവാർഡ് കൊടുത്തു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അടുത്ത് അതോടുകൂടി ഫോസ്റ്റേഴ്സ് ചെയ്ത പ്രവൃത്തികളുടെ ആ ഒരു ഓൾമോസ്റ്റ് കഥ കഴിയാണ്. പിന്നെ Wagner appears and gives a hint that Faustus is soon going to die. He doesn't understand why Faustus is feasting and celebrating when his end is so near. Faustus appears with some scholars. He is discussing with them on who might be the most beautiful woman in the world. അങ്ങനെ 24 വർഷമായി, അതായത് 24 വർഷത്തെ ആ അവസാനത്തെ ആ ദിവസമായി, അവരെ എഗ്രിമെന്റ് ചെയ്തതിന്റെ അവസാനത്തെ ദിവസമായി. അങ്ങനെ ഫോസ്റ്റേഴ്സ് ഒരുപാട് സ്കോളേഴ്സ്, പഠിക്കാനൊക്കെ കുട്ടികളൊക്കെ ഫോസ്റ്റേഴ്സിന്റെ അണ്ടറിലായി, ഒരുപാട് പേരും പ്രശസ്തിയൊക്കെ എടുത്തു. ആ ലാസ്റ്റത്തെ ദിവസത്തിന്റെ
അതെ, ആ ഒരു ഹാഫൊക്കെ കഴിഞ്ഞ് ആ ഡേ ആയപ്പോൾ വാഗ്നർ ആരാണ്? സെർവൻ്റ് ആണ് അല്ലേ ഫോസ്റ്റേഴ്സിന്റെ. അപ്പോൾ വാഗ്നറും ഓൾറെഡി ഈ ബ്ലാക്ക് മാജിക്കിന്റെ അണ്ടറിലുള്ള ഒരാളാണ്. വാഗ്നർ അവിടെ അപ്പിയർ ആയിട്ട് ഫോസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, ഫോസ്റ്റേഴ്സ് നീ നിനക്ക് ഓർമ്മയുണ്ടോ, ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമാണ്, നീ ഉടൻ മരിക്കാൻ പോവാണ്. നീ 24 വർഷം മുന്നേ ലൂസിഫറിന് ഹെല്ലിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ലൂസിഫറിന് നീ നിന്റെ ബ്ലഡ് യൂസ് ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 24 വർഷത്തേക്ക് നീ നിന്റെ സോളും ശരീരവും എല്ലാം ബ്ലാക്ക് മാജിക്കിന് കൊടുക്കുകയാണ്, അതിനുശേഷം നീ മരണപ്പെടുമെന്ന്. ഇന്ന് ആ 24 വർഷം ഇന്ന് രാത്രി 12 മണിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. നീ ഇന്ന് രാത്രി 12 മണിയാവുമ്പോൾ മരിക്കും ഓക്കെ എന്ന് പറയും എന്ന് പറഞ്ഞിട്ട് വാഗ്നർ പോവും. ബട്ട് ഈ സമയത്ത് ഫോസ്റ്റേഴ്സ് ഇത് കേട്ടിട്ട് ഫോസ്റ്റേഴ്സ് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വാഗ്നർ ആലോചിക്കുകയും ചെയ്യും, ഈ മനുഷ്യൻ എന്താണ് വല്ല വട്ടും പിടിച്ചോ? കാരണം മരിക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടും ഫോസ്റ്റേഴ്സിന് അതിൻ്റെ ഒരു മുഖത്ത് വേറെ വിഷമോ കാര്യമൊന്നുമില്ല. കാരണം ഫോസ്റ്റേഴ്സ് ആ സമയത്ത് കുറച്ച് സ്കോളേഴ്സ് കുറച്ച് കുട്ടികളുമായിട്ട് ഒരു മീറ്റിംഗ്, കുറച്ച് കുട്ടികളായിട്ട് ഒരു സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു ഡിസ്കഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഫോസ്റ്റേഴ്സ് പറയാണ്, ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിന്, ഇപ്പൊ ലോക പ്രശസ്തനായി, എനിക്ക് 24 വർഷം മുന്നേ ഇങ്ങനെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നി. പഠിക്കണമെന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് അല്ല, ഇങ്ങനെ എന്തേലും ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് തോന്നി, എനിക്ക് ഫേമസ് ആവണമെന്ന് തോന്നി, ഞാൻ ഇപ്പം എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, 24 വർഷം എന്താ കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ സ്കോളേഴ്സ് പറയും, ഫോസ്റ്റേഴ്സ് സാറിന് ഡോക്ടർ സാറിന് ഇങ്ങനെ ഒരുപാട് കഴിവുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആ കഴിവ് ഒന്ന് പ്രദർശിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞ ആ സ്കോളേഴ്സ് കുട്ടികൾ ഇങ്ങനെ പറയും. അപ്പോൾ അവർ നമ്മളിങ്ങനെ ഓരോ ഡിസ്കഷൻ വരും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആരാണ്, ഏറ്റവും സൗന്ദര്യമുള്ള ആ ഒരു വുമൺ ആരാണെന്നുള്ള ഒരു ഇത് വരും. അപ്പോൾ സ്കോളേഴ്സ് തന്നെ പറയും, അത് ഹെലൻ ഓഫ് ട്രോയ് ആണ്, ട്രോയിലെ ഹെലനാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ആരാണെന്ന് ഉള്ള ഒരു ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. അപ്പം തന്നെ അവർ ആൻസറും കിട്ടും, അത് വേറെ ആരും അല്ല, ഹെലൻ ഓഫ് ട്രോയ് ആണ്, ട്രോയിലെ ഹെലനാണ് ലോകത്തിലെ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുന്ദരി എന്ന് അവർ പറയും. ആ സമയത്ത് അവർ തന്നെ തനിയെ അങ്ങനെ ആലോചിക്കും, എന്താണ് നമ്മുടെ ഫോസ്റ്റേഴ്സ് കരുതും, അങ്ങനെയാണെങ്കിൽ ട്രോയിലെ ആ ഒരു ഹെലനെ ഒന്ന് വിവാഹം ചെയ്താലോ, അല്ലെങ്കിൽ അവളെ ഞാൻ മരിക്കുന്നതിന് മുന്നേ എനിക്ക് അവളെ ഒന്ന് കാണണം, എൻ്റെ കണ്ണുകൊണ്ട് അവളെ കാണണം, അവളെ ഒന്ന് കിസ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മളുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ചിന്തിക്കും. ആ സമയത്ത് അവിടെ ഒരു ഓൾഡ് മാൻ വരും. ആൻഡ് ഓൾഡ് മാൻ അപ്പിയേഴ്സ് ആൻഡ് ദി സ്കോളേഴ്സ് ലീവ് ദാറ്റ് സ്റ്റേജ്. ഒരു ഓൾഡ് മാൻ ആ ഒരു സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള മറ്റേ സ്കോളേഴ്സ് കുട്ടികളെല്ലാം പോവും. എന്നിട്ട് the old man asked Faustus to repent so that God may forgive him. Faustus think about his sinful actions and get desperate. He proposed to commit suicide. Faustus finds himself trapped in the evil designs of Lucifer that he can see no way out. ആ സമയത്ത് ഒരു ഓൾഡ് മാൻ ആ ഒരു സ്റ്റേജിലോട്ട് വന്നിട്ട് ഫോസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയും, നീ 24 വർഷം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു, 24 വർഷം നീ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു. ഇനി നീ നിനക്ക് വെറും നിമിഷങ്ങൾ മാത്രമേ മരിക്കാനായിട്ടുള്ളൂ. ഇന്ന് 12 മണി ആവുന്നതോടുകൂടി നീ മരണപ്പെടുകയാണ്. അതിനുള്ളിൽ നീ ചെയ്ത പാപങ്ങൾക്ക് അല്ലെങ്കിൽ നീ ചെയ്ത തെറ്റുകൾക്ക് കുറച്ചെങ്കിലും ശമനം കിട്ടാനായിട്ട് നീ ഇനിയെങ്കിലും ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി നീ ഇനിയെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഓൾഡ് മാൻ അവിടെ വരും. ആക്ച്വലി അതൊരു ഓൾഡ് മാന് വരുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല, ഒരു ദൈവം വിട്ട അല്ലെങ്കിൽ ഒരു ഗുഡ് ഏഞ്ചല് വിട്ട ഒരാളാണ്. ഗുഡ് ഏഞ്ചല് ഒരു രൂപം മാറി വന്നതാണ്, ദൈവത്തിന്റെ ആള് രൂപം മാറി വന്നിട്ട് ഫോസ്റ്റേഴ്സിന്റെ അടുത്ത് പറയാണ്, നീ ഇനിയെങ്കിലും ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നോക്കൂ, നിന്റെ ഈ മരണസമയത്തെങ്കിലും നീ ഇത്രയും ചെയ്ത പാപങ്ങൾക്ക് ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കാനായിട്ട് നോക്കാൻ പറയും. ആ സമയത്ത് ഫോസ്റ്റേഴ്സ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഫോസ്റ്റേഴ്സ് കരുതുകയാണ്, ഞാൻ എന്തായാലും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മരിക്കും, അതിനുള്ളിൽ എന്നെ കൊല്ലുന്നതിന് മുൻപ് ഞാൻ എന്തായാലും സൂയിസൈഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ ഫോസ്റ്റേഴ്സ് നോക്കിയപ്പോൾ ഒരു രീതിയിലും സൂയിസൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ലൂസിഫർ ഉണ്ടല്ലോ, ഈ ഒരു ഇവില് ചെകുത്താനായിട്ടുള്ള ലൂസിഫർ മരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് വിട്ടേക്കുകയാണ് ഫോസ്റ്റേഴ്സിനെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ സോള്, ഈ ഫോസ്റ്റേഴ്സിന്റെ സോള് ഈ ലൂസിഫറിന്റെ ആ ഒരു ലൂസിഫർ എന്താണോ പറയുന്നത് അതുപോലെയാണ് ഫോസ്റ്റേഴ്സിന്റെ സോള് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഫോസ്റ്റേഴ്സിന് അങ്ങോട്ട് തനിയെ സൂയിസൈഡ് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല.
Mephistopheles threatens to tear Faustus' body to pieces if he showed any sign of disobedience to his lord. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഈ ചെകുത്താനായിട്ടുള്ള ലൂസിഫറിന് എതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഫോസ്റ്റസ് ചെയ്താൽ ഈ ഫോസ്റ്റസിനെ പീസസ് ആയിട്ട് ആ ഒരു ബോഡി ഫോസ്റ്റേഴ്സിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഫോസ്റ്റേഴ്സിന്റെ ബോഡി പീസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെട്ടിക്കൊല്ലാനായിട്ട് മെഫിസ്റ്റോഫിലിസ് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. Faustus is terrified and surrenders meekly to the devil. When he requests Mephistopheles to torture the old man as he had tried to misguide him, but Mephistopheles tells him that it is beyond his powers to harm the old man because his faith in God was firm. ആ സമയത്ത് നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് അതുവരെ ആഹ്ലാദിച്ചിരുന്നു. ഈ ഒരു ഓൾഡ് മാൻ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സിന് ഈ ഒരു BP കൂടാൻ തുടങ്ങി. അയ്യോ, ഞാൻ അപ്പോഴാണ് ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ഇനിയിപ്പോൾ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ദൈവത്തിനോട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയാൽ ഞാൻ ഇപ്പോൾ പീസുകളായിട്ട് മാറുകയും ചെയ്യും. അതുമാത്രമല്ല എനിക്ക് സൂയിസൈഡ് ചെയ്യാനും പറ്റത്തില്ല, ഒന്നും പറ്റാത്ത, അപ്പുറത്തും ഇപ്പുറത്തും ചാടാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് പറയും, നീ മെഫിസ്റ്റോഫിലിസെ, നീ ഈ മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിക്കുക, എന്തേലും കാണിക്കുക, കാരണം ഇയാൾ എന്നെ വന്ന് നിങ്ങളുടെ ചെകുത്താൻ പാതയിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുകയാണ്, എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുത്താനായിട്ട് ഈ ഒരു ഓൾഡ് മാന് ശ്രമിക്കുകയാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിനെ ശിക്ഷിക്കാനായിട്ട് മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് പറയും. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് പറയും, എൻ്റെ പവർ കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ചെകുത്താൻ്റെ ആൾക്കാരിലെ പവർ കൊണ്ടോ ഈ ഒരു ഓൾഡ് മാനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു മനുഷ്യനെ ദ്രോഹിക്കാനുള്ള എൻ്റെ പവറിനെ കാണും 3 ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി ശക്തി ഈ ഒരു ഓൾഡ് മാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് അത്രത്തോളം ഒരു കരുണ ഈ ഒരു ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഓൾഡ് മാൻ ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മളുടെ പവറിനെ കാണും 4 ഇരട്ടി ഈ ഒരു ഓൾഡ് മാന്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു മെഫിസ്റ്റോഫിലിസിന്റെ എൻ്റെ നെഗറ്റീവ് ശക്തി യൂസ് ചെയ്ത് ഈ ഒരു ഓൾഡ് മാനെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മെഫിസ്റ്റോഫിലിസ് പറയും. The distressed and weak-willed Faustus argues Mephistopheles to have Helen as his mistress. When she appears, Faustus is overwhelmed by her beauty. He says, "Sweet Helen, make me mortal with a kiss." The old man reappears and argues Faustus to turn to God. He still has a chance to be forgiven, but to no to avail. Faustus is totally in the clutches of the devil. Old man expresses his disappointment and leaves the stage. ആ സമയത്ത് ഈ ഒരു ഓൾഡ് മാൻ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഓൾഡ് മാൻ നിന്ന സമയത്ത് എന്നെ ഫോസ്റ്റേഴ്സ് പറഞ്ഞു, മെഫിസ്റ്റോഫിലിസിന്റെ അടുത്ത് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ഹെലൻ ഓഫ് ട്രോയിലെ ഹെലനാണ്, അവളെ എൻ്റെ ഭാര്യയായിട്ട് നീ എനിക്ക് മാറ്റി തരണം. ഡെവിലിന്റെ അടുത്ത് പറയാണ്, അവളെ എൻ്റെ ഭാര്യയാക്കണം, മരിക്കുന്നതിന് മുന്നേ അവളെ എൻ്റെ ഭാര്യയാക്കണം, അവളെ എൻ്റെ മുന്നിൽ ഇപ്പൊ പ്രത്യക്ഷപ്പെടുത്തണമെന്ന് പറയും. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് എന്ത് ചെയ്യും, ഹെലൻ ആ ഒരു സ്ത്രീ രൂപത്തിന് മുന്നിൽ കൊണ്ടുവരും. ആ ഹെലന്റെ ബ്യൂട്ടി കണ്ട് ഫോസ്റ്റസ് അന്തം വിട്ടുപോയിട്ട് ഫോസ്റ്റസ് പറയും, "സ്വീറ്റ് ഹെലൻ, മേക്ക് മീ ഇമ്മോർട്ടൽ വിത്ത് എ കിസ്." നിന്റെ ഒരു ചുംബനം കൊണ്ട് എന്നെ ഇമ്മോർട്ടൽ ആക്കാൻ അല്ലെങ്കിൽ എന്നെ സ്തംഭനാക്കൂന്ന് പറയില്ലേ, അപ്പൊ നിന്റെ ഒരു കിസ് തരൂ എന്ന് സ്വീറ്റ് ഹെലൻ എന്ന് പറയാണ്. ഈ സമയത്ത് ഓൾഡ് മാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് മാൻ എന്നിട്ട് പതിയെ അവിടെ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ ഓൾഡ് മാൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവന് ദൈവത്തിന്റെ പാതയിലോട്ട് വരാൻ ഈ ഒരു ലാസ്റ്റ് മൂമെന്റിലും ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ അഗെയിൻ ആ ഒരു ഹെലൻ ഓഫ് ട്രോയുടെ ബ്യൂട്ടി കണ്ട് ഇവളുടെ ആ വഴിക്ക് പോയി. ഇനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് കരുതി അദ്ദേഹം ആ ഒരു ഓൾഡ് മാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? He appeals to nature to make the sun shine forever so that it is perpetual. Faustus tells his protector men and his sins to 3 scholars. He tells them that he has sinned against God by selling his soul to the devil. He says that he cannot be forgiven. He is also unable to pray to God because the devil has taken total control over his soul. Faustus then urges the scholars to leave us. He must face the wrath of God in the final moments alone.
ഓക്കെ. അതിനുശേഷം ഈ ഒരു ഓൾഡ് മാൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഫോസ്റ്റസിന് മനസ്സിലാവുന്നത് ആ വന്നത് യഥാർത്ഥത്തിൽ ആ ഒരു ഹെലൻ ഓഫ് ട്രോയിനെ അവിടെ കൊണ്ടുവന്നത് ഡെവിലിന്റെ കളിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഡെവിലിന്റെ ഒരു പ്ലേ ആയിരുന്നു എന്ന് പിന്നെയാണ് ഓൾഡ് മാൻ പോയി കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ ഫോസ്റ്റസിന് മനസ്സിലാവുന്നത്. കാരണം കിസ് ചെയ്യാനായിട്ട് ഹെലന്റെ അടുത്തോട്ട് പോകുമ്പോൾ ഈ ഒരു ഫോസ്റ്റസിന് തൻ്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചലനമറ്റ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. കാരണം ടോട്ടലി ഈ ഒരു ഫോസ്റ്റസിന്റെ കൺട്രോള് ലൂസിഫറിന്റെ കയ്യിലാണല്ലോ, ഇവിലിന്റെ കയ്യിലാണ്. സോ നമ്മളുടെ ഡോക്ടർ ഫോസ്റ്റസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് ഡോക്ടർ ഫോസ്റ്റസിന് മനസ്സിലാവുന്നത് ഈ ഒരു ഓൾഡ് മാന് ദൈവത്തിന്റെ വിളിയുമായിട്ട് വന്നതാണ് ആ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പാതയിലോട്ട് താൻ പോവാതിരിക്കാൻ ഈ ഒരു ചെകുത്താൻ തന്നെ കളിച്ച ഒരു കളിയാണ് ഈ ഒരു ഹെലൻ ഓഫ് ട്രോയിനെ ഫ്രണ്ടിൽ കൊണ്ടുവരാനായിട്ട് എന്ന് ഡോക്ടർ ഫോസ്റ്റസിന് മനസ്സിലാവും. കാരണം ദൈവത്തിന്റെ വഴിയുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പാതയിലോട്ട് വരണമെന്ന് ഒരു ഓൾഡ് മാൻ വന്ന് പറയുന്ന സമയത്ത് ഹെലൻ ഓഫ് ട്രോയുടെ ബ്യൂട്ടി കണ്ട് ഈ ഡോക്ടർ ഫോസ്റ്റസിന്റെ മനസ്സ് ചഞ്ചലമായി ആ ഒരു ഹെലന്റെ പിറകെ പോവുകയാണ്. അത് ആക്ച്വലി ഈ ഒരു ഡെവിലിന്റെ കളിയായിരുന്നു, ഈവിൽ സ്പിരിറ്റിന്റെ കളിയായിരുന്നു എന്നാണ് പിന്നെയാണ് ഫോസ്റ്റസ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഫോസ്റ്റസ് അദ്ദേഹത്തിന്റെ 3 സ്കോളേഴ്സിന്റെ അടുത്ത്, ആ ഒരു പഠിക്കാൻ വന്ന ആ ഒരു കുട്ടികളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ 24 വർഷം മുന്നേ ഇതുപോലെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. എനിക്കിപ്പോൾ എങ്ങനെയും ഇനി ജീവിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ചെയ്തതെല്ലാം വലിയ പാപങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ദൈവത്തിനോട് ഇനി കരഞ്ഞപേക്ഷിക്കണമെന്നുണ്ട്. ദൈവത്തിനോട് ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ദൈവത്തിന് വിളിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എൻ്റെ സോൾ, എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയിട്ട് ലൂസിഫറിന്റെ അല്ലെങ്കിൽ ആ ഒരു ചെകുത്താന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അവർ സ്കോളേഴ്സിന്റെ അടുത്ത് പറയും. അങ്ങനെ സ്കോളേഴ്സ് ഇതെല്ലാം മനസ്സിലാക്കും. അയ്യോ, ഈ ഒരു ഫോസ്റ്റസ് ദൈവത്തിനെതിരെ ഇത്രയും നാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഇദ്ദേഹം ഇന്ന് മരിക്കാൻ പോവുകയാണെന്ന്. അതിനുശേഷം എന്താണ് പറയുന്നത്? He appeals to nature to make the sun shine forever so that it is perpetual day, or else an hour may have the duration of a year or a month, a week, or even a natural day, so that he could forced to repent to God, but it is too late. അങ്ങനെ ഫോസ്റ്റസ് പിന്നെ അങ്ങോട്ട് പേടിയായി. കാരണം ഇനി നിമിഷങ്ങളല്ലേ ഉള്ളൂ മരിക്കാനായിട്ട്. ആ സമയത്ത് ഫോസ്റ്റസ് എന്നെ മനസ്സിൽ കരുതുകയാണ്, ദൈവമേ ഇന്ന് ആ ഒരു ഇന്നത്തെ സൂര്യൻ ഉദിച്ച് ഇന്ന് ആ ഒരു സൂര്യൻ അസ്തമിക്കരുതേ, ഇരുട്ടാവരുതേ, അതായത് രാത്രി ആവരുതേ. അങ്ങനെ രാത്രി ആവാതിരുന്നാൽ ഒരിക്കലും ഇനി രാത്രി ആവരുതേ, എന്നും രാവിലെ തന്നെ ആയിരിക്കണേ. അങ്ങനെ രാവിലെ തന്നെ ആയിരുന്നാൽ രാത്രി 12 മണി ആയാലല്ലേ പിറ്റേ ദിവസം ആവത്തുള്ളൂ. അങ്ങനെ സൂര്യൻ എപ്പോഴും ഉദിച്ച് നിന്ന് രാവിലെ മാത്രമായാലും ഞാൻ മരിച്ചു പോവില്ലല്ലോ എന്ന് വരെ ഫോസ്റ്റസ് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഫോസ്റ്റസ് കരുതുകയാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഒരിക്കലും അവസാനിക്കരുതേ, 12 മണി ആവരുതേ. ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം ഒരു ഇയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത് ആയിട്ടോ അല്ലെങ്കിൽ സാധാ ഒരു 24 മണിക്കൂറൂടെയെങ്കിലും ഒന്നുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണേ. അങ്ങനെയെങ്കിലും എനിക്ക് ദൈവത്തിനോട് എങ്ങനെയെങ്കിലും കരഞ്ഞപേക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഫോസ്റ്റസ് ഒരുപാട് പശ്ചാത്തപിക്കുകയാണ്. As the close strikes 12, he cries out to God not to look so fierce upon him. Thunder and lightning flash on the stage, and the devil's enter, choke him to death, tear his body to pieces, and snatch away his soul to live in hell forever. അങ്ങനെ രാത്രി 12 മണി ആയിരിക്കുകയാണ്. 12 മണിയായി, അടുത്ത ദിവസം പുലർന്നിരിക്കുകയാണ്. പുലർന്ന സമയത്ത് ഫോസ്റ്റസ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പാതയിലോട്ട് പോവാൻ ദൈവത്തിനോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. പക്ഷെ ടൈം ഒരുപാട് പാസ്സായി പോയിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ 12 മണി ആയ സമയത്ത് തന്നെ ലൂസിഫർ ആ ഒരു ചെകുത്താൻ അദ്ദേഹത്തിന്റെ റൂമിലോട്ട്, ഫോസ്റ്റസിന്റെ റൂമിലോട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. കടന്നു വരുന്ന സമയത്ത് ആ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു നാടകം നടക്കുന്ന സ്റ്റേജിൽ തണ്ടറും ലൈറ്റ്നിങ്ങും ഒരുപാട് ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ലൂസിഫർ വരികയും ചെകുത്താൻ വരികയും ഈ ഫോസ്റ്റസിനെ കൊല്ലുകയും ഫോസ്റ്റസിന്റെ ശരീരം പല പീസുകളായിട്ട് മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ചിന്നിച്ചെതറുകയാണ് ഫോസ്റ്റസിന്റെ ശരീരം. അതിനുശേഷം ഈ ഫോസ്റ്റസിന്റെ സോള്, ആത്മാവ് അതിൽ നിന്നെടുത്ത് ഈ ചെകുത്താൻ ഹെല്ലിലോട്ട് പോവുകയാണ്
ഫോർ എവർ, എന്നത്തെ എക്കാലത്തേക്കും, അല്ലെങ്കിൽ ഇനി ഒരു തിരിച്ചു വരവ്, സ്വർഗത്തിലേക്ക് ഒരു തിരിച്ചു വരവ്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ഒരു തിരിച്ചു വരവ് ഇനി ഡോക്ടർ ഫോസ്റ്റസിനോ അദ്ദേഹത്തിന്റെ സോളിനോ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ചെകുത്താന്റെ കസ്റ്റഡിയിൽ, അല്ലെങ്കിൽ നരക ജീവിതത്തിലേക്ക് ഡോക്ടർ ഫോസ്റ്റസിന്റെ സോളുമായിട്ട് ആ ഒരു ചെകുത്താൻ പോയിരിക്കുകയാണ്. ഇതോടുകൂടി ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ആ ഒരു ഡ്രാമ, ക്രിസ്റ്റഫർ മാർലോന്റെ ഡ്രാമ തീർന്നിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിൽ അത്യാവശ്യം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അല്ലേ. ഇങ്ങനെ പ്രേതം, നെഗറ്റീവ് എനർജീസ്, ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ എളുപ്പമുള്ള കഥ തന്നെയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. നമ്മളുടെ ഗുഡ് ആൻഡ് ബാഡ് ഏജിൽ പോലും ഈ ഒരു ഡ്രാമയിൽ 3 തവണയാണ് അപ്പിയർ ആവുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ഡോക്ടർ ഫോസ്റ്റസും മെഫിസ്റ്റോഫിലിസുമായിട്ട് കുറച്ചധികം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. എളുപ്പമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഒന്ന് നമുക്ക് മനസ്സിൽ കേട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റോറിയാണ്. ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല അല്ലേ. എളുപ്പമായിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ യൂണിറ്റ് 10, ഡോക്ടർ ഫോസ്റ്റസ് യൂണിറ്റ് 10 തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥ മാത്രമേ ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് യൂണിറ്റ് 11 12 വരുന്നത്. അത് സത്യം പറഞ്ഞാൽ അധികം അങ്ങനെ വായിക്കേണ്ടതും പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈ ഒരു സ്റ്റോറിയുടെ ഒരു അവിടെ നിന്ന് എടുക്കുക കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നമുക്കതൊന്ന് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.